ആലപിക്കാൻ ഇടയായിരുന്നു. 106 സങ്കീർത്തനം നമുക്ക് പരിചയമുള്ളൊരു ഒരു സങ്കീർത്തനമാണ്. അതിൽ നല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് എ സോങ് ഓഫ് റിപ്പൻറ്റൻസ്, ഒരു ആഴമേറിയ അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ് സാംസ് 106. അപ്പോൾ അതിനകത്ത് ഈ ഒരു പോസ്റ്റ് എക്സിൽ ആരാ എഴുതിയെന്ന് അവിടെ നമ്മൾ കാണുന്നില്ല. ഈ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അപ്പം ഈ ജനം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച സമയം തൊട്ട് ഓരോന്നും എടുത്തെടുത്ത് പറയാം, ദൈവമേ നീ അങ്ങനെ ചെയ്തു, പെരുവെള്ളങ്ങളെ വിഭാഗിച്ചു, റെഡ് സീയെ വിഭാഗിച്ചു, ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുവന്നു, പക്ഷെ പിന്നെ ഞങ്ങൾ മത്സരിച്ചു, പിന്നെ ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ദൈവം ഞങ്ങളെ വിടുവിച്ചു, പിന്നെ ഞങ്ങൾ മത്സരിച്ചു, പിന്നെയും ഞങ്ങളുടെ കരച്ചിൽ കേട്ട് നിങ്ങളെ വിടുവിച്ചു. ഇറ്റ്സ് ഒരു റിപ്പീറ്റഡ് പാറ്റേൺ. ഇങ്ങനെ എന്നിട്ട് കർത്താവെ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്നുള്ളൊരു ഭയങ്കര റിപ്പൻറ്റൻസിൻ്റെ ഒരു സാമ. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ റിപ്പൻറ്റൻസിൻ്റെ സാമായിട്ട് ഞാൻ അതിനെ കാണുന്നത്. കാരണം വളരെ ഡീപ്പായിട്ട് നമ്മൾ ഉപവാസത്തോടെ ഇരിക്കുന്നുണ്ടെ ട്രൈ ടു റീഡ് ദാറ്റ്. നമുക്ക് കാരണം നമ്മുടെ ജീവിതത്തിലും അതുപോലെ പാറ്റേൺ വി ക്യാൻ സീ. സെവറൽ ടൈംസ് വി ഹാവ് ബീൻ അൺഫെയ്ത്ത്ഫുൾ. ദൈവം നമ്മുടെ കരച്ചിൽ കേട്ട് ദൈവം നമ്മളെ വിടുവിച്ച് തിരിച്ചു കൊണ്ടുവരും, ദൈവം നമ്മുടെ വഴികളെ ശരിയാക്കും. പക്ഷേ പിന്നെയും നമ്മൾ വി ഫോൾ ബാക്ക്, വി ട്രൈ ടു ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. പിന്നെയും നമ്മൾ ജീവിതത്തിൽ കുറവ് വരും, പിന്നെയും നമ്മൾ കരയും, പിന്നെയും ദൈവം നമ്മൾ ഉയർത്തും. അങ്ങനെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി സെറ്റ് ബാക്സ്. So save us, O Lord, O Lord our God, and gather us from among the heathen. ജാതികളുടെ നടുവിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിക്കണം, ഞങ്ങളെ ശേഖരിക്കണം. ഒരു വലിയ റിപ്പൻറ്റൻസിൻ്റെ ഒരു സങ്കീർത്തനമാണ് 106 സങ്കീർത്തനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മലാക്കിയുടെ പ്രവചനത്തിൽ നിന്നാണ്. മലാക്കിയുടെ പ്രവചനം 1-ാം അധ്യായം, അതിൻ്റെ 6 മുതൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവസഭയായി ദൈവമേ സമയം വേറിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വലിയൊരു സാവകാശത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ നൽകി തന്ന ദൈവവചനം കർത്താവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വാർണിങ്ങും ക്വസ്റ്റ്യനുമാണെന്ന് അടികൾ മനസ്സിലാക്കുന്നു. കർത്താവ് ഹെൽപ്പ് us to see us against this word. ഞങ്ങളെ തന്നെ ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തുവാൻ, ഞങ്ങളെ തന്നെ ഈ വചനത്തിന് മുമ്പിൽ വിനയപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ക്രമീകരിക്കുവാൻ കർത്താവെ ഇന്ന് പകൽക്കാലം അടിങ്ങൾ കൃപ തന്നെ അടിയനെ ആദ്യം സമർപ്പിക്കുന്നു. ഈ വചനത്തുമ്പിൽ അടിയനെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ അടിനെ കഴുകണമേ. അങ്ങേക്ക് ബഹുമാനം തരാതെ പോയ അവസരങ്ങൾ കർത്താവെ അടിനോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ രക്തത്താൽ അടിനെ കഴുകണമേ. കർത്താവെ അങ്ങയുടെ ജനത്തെ കർത്താവ് ശുദ്ധീകരിക്കണമേ. ദൈവസഭയെ കർത്താവ് ശുദ്ധീകരിക്കണമേ. ഒരു മടങ്ങിവരവ് കർത്താവെ, ഞങ്ങൾക്കൊരു മടങ്ങിവരവ് തരണമേ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ കർത്താവ് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. വചനത്തിൻ്റെ വാതിലുകളെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ക്രൂശിൻ്റെ പിന്നിൽ അടിനെ മറയ്ക്കണം. അടിനെ നാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. അപ്പാ ഹല്ലേലൂയ, അങ്ങയുടെ കർത്താവെ അങ്ങയുടെ ഓൾട്ടറിൽ നിന്ന് ആ ഹോട്ട് കോൾ എടുത്ത് കർത്താവയുടെ നാവിനെ തൊട്ട് അടിനെ ശുദ്ധീകരിക്കണമേ. അപ്പാ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വാക്കുകൾ മാത്രം അടിൻ്റെ നാവിന്മേൽ വരാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിന്
ആത്മാവിനെ സമർപ്പിക്കുന്നു, അതിൻ്റെ ചിന്താമണ്ഡലത്തെ സമർപ്പിക്കുന്നു, അതിൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു, അതിൻ്റെ മോട്ടീവ്സ് കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിന് അനുസരണമായി തീരേണ്ടതിന് അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറയുന്നു കർത്താവെ, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു അപ്പച്ചൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കറിയാം മലാക്കി പ്രവചനം, ദിസ് ഇസ് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് ദ ബൈബിൾ ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ഈ അവസാനത്തെ 12 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ അവസാനത്തെ 12 പുസ്തകങ്ങൾ, ഇറ്റ് വാസ് ലേബിൾഡ് ആസ് ഒന്നായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ മൈനർ പ്രോഫിറ്റ്സ്. ഈ മൈനർ പ്രോഫിറ്റ്സ് എന്ന് പറയാൻ കാര്യം അതിനകത്തെ മെസ്സേജ് മൈനർ ആയതുകൊണ്ടല്ല, അതിൻ്റെ ലെങ്ത് കമ്പയർഡ് ടു ഐസയ, ജെറമയ, എസെക്കിയേൽ, ഒക്കെ അവരുടെ പുസ്തകങ്ങൾ വലിപ്പമുണ്ടായിരുന്നതുകൊണ്ട് ദേ വർ കോൾഡ് ആസ് മേജർ പ്രോഫിറ്റ്സ്. ഈ അവസാനത്തെ 12 പുസ്തകങ്ങൾ, ബിക്കോസ് ഓഫ് ദ സൈസ്, ബിക്കോസ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ബുക്സ്, ദേ വർ കോൾഡ് ആസ് മൈനർ പ്രോഫിറ്റ്സ്. അങ്ങനെ 12 പുസ്തകങ്ങളുണ്ട്. 12 പുസ്തകങ്ങളിലെ അവസാനത്തെ പുസ്തകമാണ് ഈ നമ്മൾ വായിച്ച മലാക്കി പ്രവചനം. മലാക്കി ആരാണെന്നുള്ള ഒരു ഡീറ്റെയിലും അവിടെ ഇല്ല. സാധാരണ ആമോസിന് ആരാണെന്നും സക്കറിയ ആരാണെന്നും ഒക്കെ ദേശം ഐഡൻറ്റിഫിക്കേഷൻ, ഇന്നടത്ത് ഇന്ന ആള്, ഇന്ന രാജാവ് വാണിരുന്ന സമയത്ത് പ്രവചിച്ച വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ക്ലിയറായിട്ട് മറ്റ് പ്രവചന പുസ്തകങ്ങൾ കാണും. പക്ഷേ ഇൻ മലാക്കായി വി ഡോണ്ട് സീ എനി ഓഫ് ദാറ്റ്. അങ്ങനെ ഒന്നും ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല ആരാണെന്ന്. മലാക്കായി ജസ്റ്റ് മീൻസ് മൈ മെസ്സഞ്ചർ, എൻ്റെ സന്ദേശവാഹകൻ എന്ന് മാത്രമേ മലാക്കായി എന്നുള്ള ആ വാക്കിന് അർത്ഥമുള്ളൂ. പക്ഷേ ഇത് എപ്പോഴാണ് എഴുതിയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു ക്ലൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വിനു ഒരു പ്രവാസത്തിൽ കടന്നു, ബാബിലോണിലെ പ്രവാസത്തിലുണ്ടായിരുന്നു 70 വർഷം. ക്രോണിക്കിൾസ്, സെക്കൻഡ് ക്രോണിക്കിൾസ് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും. ദേ വർ സെൻറ്റ്, അവരുടെ അനുസരണക്കേട്, നിരന്തരമായ മത്സരം കാരണം ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. യെരമ്യാവ്, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ സൺഡേ ഓർപ്പിച്ചതുപോലെ, യെരമ്യാവ് യെരുശലേമിൽ നിന്ന് പ്രവചിച്ചു, നിങ്ങൾ പോകണം, യെരുശലേമിൽ നിൽക്കരുത്, നിങ്ങൾ ബാബിലോണിലൂടെ പൊക്കോ, നിങ്ങൾക്ക് അവിടെ ശുഭം വരും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ എസെക്കിയേൽ, ഹി വാസ് വൺ ഓഫ് ദ ക്യാപ്റ്റീവ്സ്, പോയ പ്രവാസികളിൽ ഒരാളായിരുന്നു എസെക്കിയേൽ. എസെക്കിയേൽ അവിടെ നിന്ന് പ്രവചിച്ച് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ 70 സംവത്സരം കഴിഞ്ഞപ്പോൾ എസ്രയുടെ പുസ്തകം തൊട്ട് നമുക്ക് കാണാൻ കഴിയും, എസ്ര നെഹെമ്യായ്ക്കകത്ത് കാണാൻ കഴിയും. ദേ കെയിം ബാക്ക്. അവരെല്ലാവരും, ദൈവം അവരെ തിരിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെയാണ് സെക്കരിയാവും ഹഗ്ഗായും ഈ തിരിച്ചു വരുന്ന തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ദൈവം അവരോട് എന്തിനാ അവരെ കൊണ്ടുവന്നത്? ആലയം പണിയാനായിട്ടുള്ള റിസോഴ്സസ് കൊടുത്തു, കമാൻഡ് കൊടുത്തു, രാജാവിൻ്റെ എംപററിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും എസ്രയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നു, ആ പണി 15 വർഷം സ്റ്റോപ്പ് ചെയ്തു പോയി. എന്നിട്ട് ആ സമയത്താണ് എസ്രയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ നമ്മൾ കാണുന്നത്. ദൈവം സെക്കരിയാവിൽ കൂടെയും ഹഗ്ഗായിൽ കൂടെയും ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ ദേ സ്റ്റാർട്ടഡ് ടു റീബിൽഡ് ദ ടെമ്പിൾ. അവരുടെ അന്നത്തെ പാപം എന്തായിരുന്നു? ഈ 14 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടായ അധപതനമെന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു, ഓക്കെ, നമ്മൾ ആലയം പണിയാൻ വന്നു, ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ആലയത്തിൻ്റെ പണിയൊക്കെ അങ്ങ് നിർത്തിവെക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീടുകൾ പണിയാം. അതെന്ത് ചെയ്തു? മലയിൽ പോയി നല്ല സെഡാർ ട്രീസ് വെട്ടിക്കൊണ്ട് വന്ന് തട്ടിട്ട വീടുകൾ പണിതു. ആലയം ഇവിടെ ശൂന്യമായി കിടക്കുക. അവിടെ ആരാധനയില്ല. ആരാധന റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇവർ കൊണ്ടുവന്നത്. അതിനുള്ള എല്ലാ റിസോഴ്സസും ദൈവം കൊടുത്താൽ. പക്ഷേ ഇവരത് ചെയ്യാതെ ഇവരെന്ത് ചെയ്തു? പ്രതിസന്ധി വന്നോണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ കാര്യം നമുക്കിപ്പം നോക്കാം, പിന്നെ ആലയത്തിൻ്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് 14 വർഷം പോയി. 14 വർഷം പോയപ്പോഴാണ് ദൈവം ഹഗ്ഗായിയെ എഴുന്നേൽപ്പിച്ചിട്ട്, ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ സമയമായോ എന്നുള്ള ചോദ്യം ചോദിച്ച് ഹഗ്ഗായിയുടെ പ്രവചനം താങ്ക് യു. അപ്പം അങ്ങനെ ഈ ഹഗ്ഗായും സെക്കരിയാവും പാരലായിട്ട് വായിച്ചാൽ പിന്നെ ഭയങ്കര രസമാണ്. അതിൻ്റെ ടൈം ഇന്ന മാസം ഇന്ന തീയതി എന്ന് വായിക്കുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും സെക്കരിയാവിൻ്റെ പ്രവചനം, അല്ലെങ്കിൽ 1 മാസം. ഇങ്ങനെ ഇൻ ടാൻഡം അവർ പ്രവചിക്കുകയായിരുന്നു.
ഇവർ പ്രവചിച്ച് അവരെ ഉദ്യമിപ്പിച്ചു. അവർ ആലയം പണിത് കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷമായി. കർത്താവ് അവരോട് പറഞ്ഞു, ദി ഗ്ലോറി ഓഫ് ദ ലാറ്റർ ഹൗസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫോമർ. പിന്നത്തെ ആലയത്തിൻ്റെ മഹത്വം വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാഗ്ദത്തം കൂടി ഇവരെ എൻകറേജ് ചെയ്ത് സെരുബാബേലിനെ കൊണ്ട് പണിയിപ്പിച്ച് തീർന്നു. ഈ തീർന്നു കഴിഞ്ഞ് ഈ ജനമുണ്ടല്ലോ, ദേ ഫെൽ ബാക്ക് ഇൻ ടു ദ സെയിം സിൻ. ഈ ഇത്രയും ഉദ്യമിപ്പിച്ച പണിത് ആലയമൊക്കെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്ത് ദൈവം ഇവരെ മടക്കി കൊണ്ടുവന്ന് ഇവരെ ആലയമൊക്കെ പണിത് ആരാധനയൊക്കെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ദൈവം ചിന്തിച്ചു, നാച്ചുറലായിട്ട് ചിന്തിച്ചു, ഇവരെന്ത് ചെയ്യും ഇനിയെങ്കിലും. കാരണം ഇത്രയും എക്സൈലിലൊക്കെ 70 വർഷം എക്സൈലിൽ പോയി ഇത്രയും കഷ്ടതയൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെപ്പോലെ തന്നെ ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? വീണ്ടും പാപത്തിനകത്ത് വീണ് 100 വർഷം കഴിഞ്ഞപ്പം ദൈവം അവസാനമായിട്ടൊരു വാർണിംഗ് കൊടുക്കുന്ന ലെറ്ററാണ് ഈ മലാഖായി. ഈ പോസ്റ്റ് എക്സലിക് 100 ഇയേഴ്സിന് ശേഷം 430 BC ഇത് എഴുതിയിരിക്കുന്ന ജനറൽ അസംഷൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ 400 വർഷം കർത്താവ് ഹി ഡിഡ്ന്റ് ഈവൻ ടോക്ക് ടു ഇസ്രായേൽ. ഒരു ശബ്ദവും പിന്നെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് ഇതിനകത്ത് തന്നെ യോഹന്നാൻ സ്നാപകനെ പറ്റിയും കർത്താവിനെ പറ്റിയുള്ള വാഗ്ദത്തം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിലോട്ട് വരുന്നുണ്ട്, കാണാൻ കഴിയും. അപ്പം വാട്ട് ഡിഡ് ഗോഡ് ഫൈൻഡ് റോങ്? ഈ ജനത്തിൻ്റെ ഇടയ്ക്ക് ദൈവം കണ്ട ചില കുറവുകൾ എന്തായിരുന്നു? നമ്മളതാണ് നോക്കാൻ പോകുന്നത്. ഇത് വായിച്ചപ്പോൾ എല്ലാം ഒത്തിരി പാരലൽ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. സോ മെനി തിങ്സ് വിച്ച് വി ക്യാൻ റിലേറ്റ് ടു. ഒത്തിരി കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കർത്താവ് 7 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ദിസ്. അങ്ങോട്ട് ചോദിക്കുന്നു, ലൈക്ക് അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം അത് 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അപ്പം കർത്താവ് പറയുക, ഐ ഹാവ് ലവ്ഡ് യു സേസ് ദ ലോർഡ്. എന്നിട്ട് കർത്താവ് തന്നെ അവരെ കൊണ്ട് പറയുകയാണ്, ബട്ട് യു ആസ്ക് us ഹൗ ഹാവ് യു ലവ്ഡ് us. കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ജനത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം എന്താ? നീ എങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചത്? ഹൗ ഡു ഐ നോ ദാറ്റ് യു ഹാവ് ലവ്ഡ് us? നമ്മൾ ചോദിക്കാറില്ലേ? നമ്മൾ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നേ? ഹൗ ഡു ഐ നോ? നമുക്കൊരു ബ്ലെസ്സിങ് കിട്ടുമ്പോൾ, ഒരു ജോലി, ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുമ്പോൾ, കല്യാണം നടക്കുമ്പോൾ, കർത്താവ് നമ്മളെ സ്നേഹിച്ചു കേട്ടോ, കർത്താവിന് ഭയങ്കര കൃപയായ കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ ചില കാര്യങ്ങൾ പ്രാർത്ഥനയെ വെച്ചു, ചില കാര്യങ്ങൾ നീണ്ടു പോകുമ്പോൾ വാട്ട് ഡു വി സേ? കർത്താവിനോട് സ്നേഹമൊന്നുമില്ല, കർത്താവിനെ മൈൻഡ് ചെയ്യുന്നില്ല, കർത്താവിനെ മറന്നു, കർത്താവിന് എന്നോട് സ്നേഹമില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, ഐ ഹാവ് ലവ്ഡ് യു, ബട്ട് യു ആർ സേയിങ് ഹൗ ഹാവ് യു ലവ്ഡ് us. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേതാണ് നമ്മൾ മുമ്പ് വായിച്ചു 1:6. എൻ്റെ ബഹുമാനം എവിടെ എന്ന് ചോദിക്കുക. അപ്പം ജനം ചോദിക്കുന്നത് എന്തുവാ? അതിൻ്റെ പ്രീസിൽ 6-ാമത്തെ, ഇറ്റ് ഇസ് യു പ്രീസ് ഹു ഷോ കണ്ടന്റ് ഫോർ. നിങ്ങൾ പുരോഹിതന്മാർ നിങ്ങൾ എന്നെ നിന്ദിക്കുക. ഉടനെ അവരുടെ ചോദ്യം എന്താ? ഞങ്ങളെങ്ങനെ നിന്ദിച്ച്? കർത്താവ് ഒരു കാര്യം പറയുക, കർത്താവ് ഇവരുടെ ജീവിതമൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് കർത്താവ് അവരോട് പറയുക, യു ഹാവ് ഡിസ്പൈസ് മൈ നെയിം. അപ്പം തിരിച്ചുള്ള ചോദ്യം എന്താ? ഞങ്ങളെങ്ങനെ ചെയ്ത്? ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങളെല്ലാം വിശുദ്ധരാ എന്നുള്ള ചിന്ത. 3-ാമത്തെ ചോദ്യം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഒരു മിനിറ്റ്, അതിൻ്റെ ഞാൻ അതിലോട്ട് വരാം. അങ്ങനെ സോ ദർ ആർ 7 ക്വസ്റ്റ്യൻസ്. 7 കർത്താവ് അവരോട് പറയുന്നു. കർത്താവിൻ്റെ ഒപ്പീനിയൻ ഇത് പറയുന്നുണ്ട്. തിരിച്ചുള്ള അവരുടെ ചോദ്യം എന്താ? ഞങ്ങളെങ്ങനെ ഇത് ചെയ്തു? എന്തോ കർത്താവ് പറയുന്നത്? ഞങ്ങളെപ്പറ്റിയാണോ ഈ പറയുന്നത്? നമ്മളങ്ങനെ ചോദിക്കാറില്ല, ഷു ഞാനോ അങ്ങനെ ചെയ്യുകയോ? നോ, എന്തോ ഈ പറയുന്നത്? നിന്നെ ഡിസ്പൈസ് ചെയ്തെന്നോ? എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ഒന്നൊന്നായി നിരത്തി വെച്ച് ഈ 3 അധ്യായങ്ങളിൽ 7 പ്രാവശ്യം
ഈ ചോദിച്ചിട്ട് അവരെ കറക്റ്റ് ചെയ്യുന്ന ദൂത. ദെൻ ഗോഡ് വാസ് സൈലൻറ്റ് ഫോർ 400 years. 400 വർഷം ദൈവം മിണ്ടിയില്ല. പിന്നെ ദൈവമക്കളെ, നമുക്കൊന്ന് നോക്കാം, ഒന്ന് നോക്കാം. ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 2-ാം വാക്യം. ഐ ഹാവ് ലവ്ഡ് യു സേസ് ദ ലോർഡ്. ദൈവം നമ്മളോട് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നമ്മുടെ ചോദ്യം എങ്ങനെയാ? നീ എങ്ങനെയാ ഞങ്ങളെ സ്നേഹിച്ചത്? നീ കർത്താവ്, നീ പറയുന്നത് നീ ഞങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ ജീവിതമൊക്കെ ഭയങ്കര മോശമാണ്, ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്. പ്രാർത്ഥിച്ചിട്ടൊന്നും പല കാര്യങ്ങളും മാറുന്നില്ല. സോ യു ഹാവ് നോട്ട്, നിൻ്റെ സ്നേഹമൊന്നും നീ സ്നേഹിക്കുന്നില്ല കർത്താവെ എന്ന് നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയണം. പക്ഷെ കർത്താവ് തിരിച്ചു കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാമോ? അതിൻ്റെ 2-ാം വാക്യത്തിൽ തന്നെ, വാസ് നോട്ട് ഈസോ ജേക്കബ്സ് ബ്രദർ. അന്ന് വായിക്കാമോ? 2-ാം ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലായിരുന്നോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്നോട് അരുളപ്പാട്. വായിച്ചോ? ആ ആ ആ ആ ആ ആ ആ ആ ആ അപ്പം ഇവിടെ പറയുക, ആരോടായി പറയുന്നത്? യാക്കോബിൻ്റെ മക്കളോടായി പറയുന്നത്. യാക്കോബിൻ്റെ മക്കളാ പറയുന്നത്, എന്ത് ചെയ്യുന്നില്ല? നീ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. യാക്കോബിൻ്റെ മക്കളോട് വാഗ്ദത്തം മുഴുവൻ കൊടുത്തത്. ഇസ്രായേലിനല്ലേ വാഗ്ദത്തം കിട്ടിയത്? ഇസ്രായേലിനാണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്. അപ്പോൾ ഇസ്രായേൽ മക്കളാണ് ഇപ്പം പറയുന്നത്, യാക്കോബിൻ്റെ മക്കളാണ് ഇസ്രായേലാണ് പറയുന്നത്, ഞങ്ങളെ ദൈവം സ്നേഹിക്കുന്നില്ല. യു ആർ നോട്ട് ലവിങ് മീ. അപ്പം കർത്താവ് അവരുടെ ഒറിജിനിലോട്ട് കൊണ്ടുപോകാൻ, യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്ത സമയം തൊട്ട് അവിടോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ വല്യപ്പച്ചനായ ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, യാക്കോബും ഏശാവും. ഏശാവായിരുന്നു മൂത്തവൻ. നാച്ചുറലി അവനായിരുന്നു നന്മ വരേണ്ടത്. പക്ഷേ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതിനാൽ യാക്കോബിനെ ഞാൻ തിരഞ്ഞെടുത്ത് ആ ഏദോം അവിടെ നിൽക്കുമ്പോൾ തന്നെ അവനെ മാറ്റി നിർത്തി ഉള്ള അനുഗ്രഹം മുഴുവൻ നിങ്ങൾക്ക് തന്നേച്ച് ഈ വാഗ്ദത്തങ്ങൾ, ഈ ദേശം, കനാൻ ദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിച്ച് തന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. അല്ലെങ്കിൽ when God called us, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള, നമ്മളെക്കാളും ശ്രേഷ്ഠരായ എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്നു. നമ്മളെക്കാളും മിടുക്കരായ എത്ര പേരുണ്ടായിരുന്നു. നമ്മളെക്കാളും ഓണറബിൾ ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽത്തി ആയിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളെ പേർ ചൊല്ലി വിളിച്ചില്ലേ? പേർ ചൊല്ലി വിളിച്ചിട്ടാണോ നമ്മൾ പറയുന്നത്, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നെ കരുതുന്നില്ല, അല്ലെങ്കിൽ എന്നോടോ ഒരു സ്നേഹവുമില്ല എന്ന് നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയാറില്ല. കർത്താവ് ഹീസ് ടേക്കിംഗ് ബാക്ക് us to the origins. കാൽവരി, ഇന്ന് പകൽക്കാലം ഹീസ് ടേക്കിംഗ് back to the cross of Calvary. കാൽവരി ക്രൂസിലോട്ട് നമ്മളെ കൊണ്ടുപോകുക. He is saying, look at the cross and just tell me whether I love you or not. നിങ്ങൾക്ക് വേണ്ടി ഞാൻ റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ എൻ്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പുത്രനെ കാൽവരി ക്രൂസിൽ ഉടച്ച് തകർത്ത് തരിപ്പണമാക്കുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? Hallelujah. Many times we complain against God. Many times we complain against God. നമ്മൾ പറയാറുണ്ട്, ദൈവമേ നിനക്ക് എന്നോട് സ്നേഹമില്ല. കർത്താവ് പറയുന്നത്, ലുക്ക് അറ്റ് ദ ക്രോസ്. നിങ്ങളെ വെട്ടിയെടുത്ത ആ കുഴിയിലേക്കൊന്ന് നോക്ക്, ആ കനിഗർഭത്തിലോട്ടൊന്ന് നോക്ക്. അല്ലെങ്കിൽ go there and see. Hallelujah. Stand there at the cross and look up and see how my only son was crushed on the cross. അവൻ പാപം ചെയ്തിട്ടല്ല, പാപം അറിയാത്തവനെ നമ്മൾ ദൈവത്തിൽ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കിയെങ്കിൽ he became sin for us and willingly volunteered all the way. Hallelujah. ഗെത്സമനെ കൂടെ നടന്ന്, ഗെത്സമനയിൽ നിന്ന് വീടോറോസിലൂടെ നടന്ന് ഘനമേറിയ ക്രൂശ് എടുത്ത് തോളിൽ വെച്ച് പലപ്പോഴും വീഴുമെഴുന്നേറ്റും വീഴുമ്പോൾ, ഓരോ പ്രാവശ്യം വീഴുമ്പോഴും പട്ടാളക്കാരുടെ അടികൊണ്ട് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് തകർന്നു പോയിട്ട് തകർത്ത് കളഞ്ഞിട്ട് കർത്താവിനോട് നമ്മൾ പറയാൻ, കർത്താവ് ചോദിക്കുന്ന, ഹൗ ഡു യു ഡെയർ ഈവൻ ടെൽ ദാറ്റ് ഐ ഡോണ്ട് ലവ് യു? എൻ്റെ സ്നേഹം നിങ്ങൾ അത് വെച്ച് അളക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാണ് നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തെ അളക്കാൻ പറ്റുന്നെങ്കിൽ, I want to take you back to the cross. നിങ്ങളെ വിളിച്ച ആ വിളിയിലേക്ക് നിങ്ങളെ, I want to bring you back to the place where I called you.
ഹല്ലേലൂയ. നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ, നമ്മളെക്കാൾ ബലമുള്ളവർ എത്ര പേര് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി ദൈവമക്കളെ. ഒരിക്കൽ പോലും കർത്താവിനെ അറിയാതെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും കർത്താവിനെ പിൻപറ്റാൻ ഒരു സാഹചര്യം സാവകാശമില്ലാതെ, they all died and perished. നഷ്ടപ്പെട്ടു, എന്നേക്കുമായി ക്രൂശിന്റെ ആ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ട് എന്നേക്കുമായി നാശയോഗ്യരായി പോയി. But God spared us. ദൈവമേ, എത്രയോ പ്രാവശ്യം നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കിവിടെ നമുക്കൊരു അവസരം നമ്മളെല്ലാവരും ചിന്തിച്ച് പറയാം, ആ പാട്ടുകാരനോടൊപ്പം അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നൈ വൻ നരകമതിൽ. നമുക്ക് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ഒരു പാട്ടാത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ കരുതിയില്ലായിരുന്നെങ്കിൽ, നമ്മൾ മുടിഞ്ഞു പോകാത്തത് അവൻ്റെ ദയയാ. ഇറ്റ്സ് ഹിസ് mercies that we are not perished, that we are not destroyed. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഉണ്ടായിരിക്കുന്നത്. കംപ്ലൈൻറ്റ് പറയുന്നത് കർത്താവ് കണ്ടുകൊണ്ട് പറയാ, you say that I have not loved you, but look at Jacob, look at Esau, how I loved you. ജേക്കബേ, യാക്കോബേ, ഇസ്രായേലേ, ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ സ്നേഹിപ്പാൻ നീ ഒരു കാപട്യം ഉള്ളവനായിരുന്നു. പോയിടത്തെല്ലാം കാപട്യം കാണിച്ച് നിനക്ക് അനുഗ്രഹത്തിന് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു. നിന്നെ നോക്കിക്കഴിഞ്ഞാൽ there was nothing worthy of you to be blessed, but still I loved you. എന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ കനാൻ ദേശത്തേക്ക്, മിസ്രൈമിലെ അടിമകളായിരുന്നപ്പോൾ എൻ്റെ ദാസന്മാരായ മോശെ മഹരോനെ അവിടെ അയച്ച് അത്ഭുതങ്ങൾ ചെയ്ത് 106 സങ്കീർത്തനത്തിൽ ചേർന്ന് നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് ഫറവോനെ, മിസ്രൈമിലെ രാജാവായിരുന്ന ഫറവോനെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞപ്പോൾ നിങ്ങളെ വിടുവിച്ച് അക്കരെ കൊണ്ടുപോയി പാലും തേനും ഒഴുകുന്ന ദേശത്തെ ബാശാൻ രാജായ ഓഗിനെയും സീഹോനെയും ഒക്കെ കൊന്ന് ആ ദേശം നിങ്ങൾക്ക് അവകാശമായി തീരാധാരമായി നിങ്ങൾക്ക് എഴുതി തന്ന് നിങ്ങളെ ആ ദേശത്ത് ഞാൻ നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ അനുസരിക്കാത്തത് കൊണ്ട് പ്രവാസത്തിലേക്ക് വിട്ടു എന്നുള്ളത് ശരിയാ. പക്ഷെ that was because of your fault, not mine. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം വാൺ ചെയ്തു, പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ചെയ്യരുത്, ദൈവത്തെ വിട്ടു പോകരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും hallelujah you did not listen. ഞാൻ നിന്നെ പ്രവാസത്തിലോട്ട് അയക്കുമ്പോഴും I told you that I will bring you after 70 years, and exactly at 70 years I brought you back. കോരസിനെ ഞാൻ എഴുന്നേൽപ്പിച്ചു നിങ്ങളെ മടക്കി കൊണ്ടുവന്നു. Still you are saying that I do not love you. Hallelujah. We measure God's love. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കുന്നത് ചെറിയ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും വരുമ്പോൾ മാത്രം അതിൽ മാത്രം കർത്താവിൻ്റെ സ്നേഹത്തെ അളന്ന് കർത്താവിനെ we have reduced God. absolutely sovereign ആയിട്ടുള്ള ദൈവത്തിന് ഈ ഭൂമിയിൽ ഈ ഭൂമിയിലല്ല, ഈ യൂണിവേഴ്സിലല്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഈ ഗാലക്സി, ആ സ്പേസിനകത്ത് എന്തും ചെയ്യാൻ അധികാരമുള്ള ആ ദൈവത്തെ we have reduced him to be a man. നമ്മളെപ്പോലൊരു മനുഷ്യനായി കണ്ട് പലപ്പോഴും നമ്മൾ മനുഷ്യരോട് പറയുന്നത് പോലെ, നമ്മുടെ കൂട്ടുകാരോട് പറയുന്നത് പോലെ ദൈവത്തോട് ആർഗ്യൂ ചെയ്യാനും വഴക്കുണ്ടാക്കാനും ദൈവത്തോട് പിണങ്ങാനും മടിയില്ലാതെ ദൈവത്തെ ചെറിയൊരു വിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം ആ ഉത്തരം മാറിയാൽ ഒന്ന് ഡിലേ ആയാൽ ദൈവത്തോട് പിണങ്ങാൻ മടിക്കാത്ത ഒരു കൂട്ടമായി പെന്തക്കോസ്തുകാർ മാറി, which is such a shame. ഹല്ലേലൂയ. ദൈവം പറയുക, you say that I do not love you, but look at how I loved you. Look at the cross. Hallelujah. Hallelujah. But you ask, how have you loved us? Hallelujah. നീ എന്നെ എങ്ങനെ സ്നേഹിച്ചേ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു പോസ്റ്റർ ഇങ്ങനെ കാണാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഒരാൾ കർത്താവിനോട് ചോദിക്കുക, ലോർഡ് ഹൗ മച്ച് ഡു യു ലവ് മീ? എന്നിട്ട് പറഞ്ഞു, he stretched his hands and he said this much. രണ്ട് കരങ്ങളിലും ആണികൾ അടിച്ച് കരങ്ങൾ നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും we do not meditate on the love of the cross. കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മൾ പലപ്പോഴും we forget it. കാരണം എന്താ പറയുക, നമ്മുടെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ചെറിയ ഇപ്പോഴത്തെ നീഡ്സ് മീറ്റ് ആകുന്നതില. ദാറ്റ്സ് ഹൗ വി തിങ്ക് ദാറ്റ് ഗോഡ് ലവ്സ് us. ആ സ്നേഹത്തിൻ്റെ അളവ് അവിടെ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിന് വേണ്ടി ജീവൻ തൃണവൽക്കരിച്ച് ജയിലറകളിലൊക്കെ പോയത് കർത്താവ് അവരെ സ്നേഹിക്കുന്നില്ലല്ലേ?
എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസിനെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഹല്ലേലൂയ, സ്തോത്രം. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ ഒരു നല്ലൊരു ഹോട്ടൽ നോക്കി പോകാറുണ്ട്. പക്ഷേ ഹീസ് ഗോയിങ് ഫ്രം വൺ ജയിൽ ടു ദി അതർ. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കിടക്കാനുള്ള സാവകാശമുണ്ടോ? ആട്ടിക്കൊണ്ട് കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ട് കോലുകൊണ്ട് അടി കൊണ്ടു. കടലിലെ ആപത്ത്, ഹല്ലേലൂയ, സ്തോത്രം. കള്ള സഹോദരന്മാരുള്ള ആപത്ത്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഏറ്റവും ദൈവം വെറുത്ത ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, എന്നെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിപ്പിക്കുന്നവർ ആർ? ഹല്ലേലൂയ, ഹൂ ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഹല്ലേലൂയ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതോ ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതിനോ, ഹല്ലേലൂയ, സ്തോത്രം, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഒന്നിനും ഹല്ലേലൂയ എന്നുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ ആ ഒരു അളവിലേക്ക് when will we ever mature? നമ്മളൊന്ന് മെച്യൂർ ചെയ്ത് ആ ഒരു സ്നേഹത്തിൻ്റെ, ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലോട്ട് അതിനെയൊന്ന് ഗ്രഹിച്ച് ഹല്ലേലൂയ, സ്തോത്രം, എന്ന് അങ്ങോട്ടൊന്ന് കയറാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും, തലമുറകളെയും സംഗീതം എന്ന് പറഞ്ഞിട്ട് തമിഴിൽ, ഇപ്പോൾ നേരത്തെ മലയാളത്തിൽ ചെയ്തിരുന്നൊരു 8-10 എപ്പിസോഡ് ഇപ്പോൾ തമിഴിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ എപ്പിസോഡും കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണ്, ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു എബ്രഹാം ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു ചെന്നൈയിലുണ്ടായിരുന്ന, എനിക്കൊന്ന് 100-200 വർഷം മുമ്പ് എഴുതിയൊരു പാട്ടാണ്. അദ്ദേഹം കർത്താവിനോടുള്ള സ്നേഹത്തെപ്പറ്റി എഴുതി. ഞാൻ കണ്ണുനീരോടല്ലാതെ ആ പാട്ട് കേൾക്കാൻ പറ്റത്തില്ല, കരഞ്ഞുകൊണ്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല. അതേ എഴുതിയേക്കുന്ന, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ക്രൂശിക്കപ്പെട്ട് എൻ്റെ ദേഹമെല്ലാം അടിച്ച് എന്നെ ഇല്ലാതാക്കിയാലും കർത്താവെ അങ്ങേ ഞാൻ സ്നേഹിക്കും. ഞാൻ എത്രമാത്രം ഞാൻ അങ്ങനെ സ്നേഹിക്കും. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ തലമുറയിൽ അങ്ങനെ സ്നേഹിക്കുന്ന ആരെ ഞാൻ കാണുന്നുണ്ട്? കർത്താവെ, അങ്ങനെ സ്നേഹിക്കാൻ എങ്ങനെ പറ്റും? കർത്താവെ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ മാതൃക എവിടെ നിന്ന് കാണാൻ പറ്റും? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവെ, എന്തൊരു സ്നേഹമായത്! ദൈവത്തോടുള്ള ഭക്തി എത്രമാത്രമാണ്! ഹീസ് റെഡി ടു ബി ബീറ്റൻ, ബ്രൂസ്ഡ്, എന്തും ചെയ്യാൻ തയ്യാറാണ് കർത്താവെ, ബട്ട് ഐ വിൽ സ്റ്റിൽ ലവ് യു. ദൈവമക്കളെ, അങ്ങനെയുള്ള ആഴമേറിയ സ്നേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ടാൽ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തി ഒന്ന് വർദ്ധിക്കാനിടയായി തരും. God says, hallelujah, I have loved you, but we are asking, how do you love us? എങ്ങനെ? many times we measure God's love based on the temporal blessings that we have. ഒരു രോഗസൗഖ്യം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ദൈവം നമ്മളെ സ്നേഹിച്ചു. പൗലോസ് പറയുന്നു, പക്ഷേ ആ 3 പ്രാവശ്യം അപേക്ഷിച്ചിട്ടും ഈ തോണനിൽ നിന്ന്, ഈ മുള്ളിനിൽ നിന്ന് മാറുവാൻ 3 പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചു. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, ഇല്ല മോനെ, നീ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. that is more than enough for you എന്ന് പറഞ്ഞതോടെ ആ പ്രാർത്ഥന മടക്കി വെച്ചേച്ച് he was going forward, മുന്നോട്ട്. അടുത്ത ലക്ഷ്യം റോമെങ്കിൽ റോം, പടയാളികളെങ്കിൽ പടയാളി, കപ്പലെങ്കിൽ കപ്പല്, എവിടെ പോകാനും ഞാൻ തയ്യാറാ. അത്രമാത്രം the love of God was imprinted into his heart. ആർക്കും ആ സ്നേഹത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പൗലോസിനെ പറ്റി അപകടം വരുന്നു. യെരുശലേമിൽ പോകുമ്പോൾ he will be bound. അഗബോസ് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഈ ഇതിൻ്റെ ഓണറിനെ അവിടെ ചെന്ന് കെട്ടും എന്നൊക്കെ അപകടം വരുമ്പോൾ അവരെല്ലാവരും കൂടെ കരയും. പൗലോസ്, നീ പോകണ്ട, നിനക്ക് വലിയ അപകടം വരാൻ പോകുന്നു. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഞാൻ മരിക്കാൻ തയ്യാറായി ഇറങ്ങി തിരിച്ച എന്നെ നിങ്ങളിങ്ങനെ കരഞ്ഞ് ദുഃഖിപ്പിക്കാതെ, സ്തോത്രം, ഐ ആം റെഡി ടു ഡൈ, എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പണം ചെയ്യാൻ മതിയായവന. കഴിഞ്ഞ ദിവസം മോറിസ് സെർലോയെ പറ്റി ഇങ്ങനെ ഒരു അനുഭവം കേൾക്കാനിടയായി. അദ്ദേഹം ഹെയ്റ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ക്രൂസൈഡിനായിട്ട് കടന്നു പോകുക. അപ്പം ക്രൂസൈഡിന് കടന്നു പോയ സമയത്ത് അവിടെ ഓർഗനൈസിങ് കമ്മിറ്റിക്ക് അറിവ് കിട്ടി, 300 വിച്ച് ഡോക്ടേഴ്സ് വന്ന് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുക. ഇടയ്ക്ക് വരും, അദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടെ സ്റ്റോം ചെയ്ത് ആ സ്റ്റേജിൽ വെച്ച് കൊല്ലണം. ദാറ്റ് ഈസ് വാട്ട് ദർ പ്ലാൻ ഇസ്. അപ്പം ഈ ഓർഗനൈസിങ് കമ്മിറ്റി എല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞു, നമുക്ക് പറയാം, മോറിസെല്ലോട് പറയാം, ഇങ്ങോട്ട് വരണ്ട, കാരണം വലിയ അപകടമാണ്, ജീവൻ തന്നെ പോകും, 300 പേര് പ്ലാൻ ചെയ്തിരിക്കുക, നമുക്ക് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു ബിസിനസ് മാൻ എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെ പറയണ്ട, ദൈവം അദ്ദേഹത്തെ അയച്ചെങ്കിൽ ദൈവം ചെയ്തോളും, ഗോഡ് വിൽ ടേക്ക് കെയർ, നമുക്ക് അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് ഹെയ്റ്റിയിൽ അദ്ദേഹം ലാൻഡ് ചെയ്ത് ഇറങ്ങി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ കൺവെൻഷന് മുമ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിന് ഇതോട് പറഞ്ഞു, 300 പേര് നിന്നെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്, അവരുടെ അടയാളമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു.
അടയാളങ്ങൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കും, ഇന്നിടത്തായിരിക്കും ഇരിക്കുന്നത്. 10-30,000 പേര് കൂടിയിരിക്കുന്നിടത്ത് 300 പേരെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? പക്ഷേ ദൈവാത്മാവ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ഐ ഹാവ് ബീൻ കോൺസെൻട്രേറ്റഡ് നോട്ട് ഫോർ ലൈഫ് ബട്ട് ടു ഡെത്ത്. ഞാൻ മരണത്തിനായിട്ട് എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 300 പേരല്ല 3000 പേര് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ കയറി എഴുന്നേറ്റ് നിന്ന സമയത്ത് തന്നെ ദൈവാത്മാവ് അവരെ കാണിച്ചു കൊടുത്തു. 300 പേരെയും കാണിച്ചു കൊടുത്തു. 300 പേരെ അദ്ദേഹം വിളിച്ചു. നിങ്ങൾ ഇങ്ങനെ ഇന്ന ഓരോരുത്തർ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാനായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം, ദൈവം എന്നെ അറിയിച്ചു. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ അറിയും, നിങ്ങൾ സേവിക്കുന്ന പിശാചാണോ ഞാൻ സേവിക്കുന്ന ദൈവമാണോ വലുതെന്ന് ഇന്ന് രാത്രി നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. അദ്ദേഹം വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും പുറകിൽ നിന്നൊരു വലിയ അല കേട്ടപ്പം 2 വയസ്സുള്ള കണ്ണ് കാണാൻ ജനനത്തെങ്കിലേ കണ്ണ് കാണാൻ വയ്യാത്തൊരു കൊച്ച്. അദ്ദേഹം പ്രാർത്ഥിച്ചില്ല, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ കൊച്ചിൻ്റെ 2 കണ്ണും തുറന്നിട്ട് ആ അമ്മയുടെ മുഖം ഇങ്ങനെ തുടയ്ക്കാൻ തുടങ്ങി. ഈ അമ്മ അലച്ചുകൊണ്ട് പറഞ്ഞ് കണ്ണിൽ കാഴ്ചയില്ലാത്ത കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് അപ്പോഴത്തേനും ഇങ്ങനെ സ്റ്റേജിൽ കൊടുത്തു വിടാൻ പറഞ്ഞു. അപ്പോൾ ഈ 30,000 പേരുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ മേളി വന്നപ്പോൾ അവിടെയുള്ള ജനറൽസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ജനറൽ എഴുന്നേറ്റ് വിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ എനിക്കറിയാം, എൻ്റെ നെയ്ബറാണ്. ഈ കൊച്ച് ജനിച്ചപ്പം തൊട്ട് കണ്ണ് കാണിട്ടില്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. അന്ന് 300 പേരുടെ കാര്യം ദൈവം തീർപ്പ് കൽപ്പിച്ചു. ഹല്ലേലൂയ, കോൺസിക്രേറ്റഡ് ടു ഡെത്ത്. ചിലപ്പോൾ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവനെ സ്നേഹിക്കാതെ മുന്നോട്ട് പോകേണ്ടി വരും. ഇവിടെ പലപ്പോഴും കർത്താവ് വളരെ ചീപ്പായിട്ടുള്ള ആ ഒരു ലവ് പലപ്പോഴും നമുക്ക് കർത്താവിനോടുള്ളത്. വളരെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ, ഇങ്ങോട്ട് കുറേ സമ്മാനങ്ങൾ നമുക്ക് തന്നാൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ നമുക്ക് താല്പര്യമില്ല, നമുക്ക് ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, മീറ്റിങ്ങിലേക്ക് പോകാൻ താല്പര്യമില്ല, സ്തോത്രം പറയാൻ താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്ക് പോകാൻ താല്പര്യമില്ല, രാവിലെ 5:30 പ്രേയറിന് കയറാൻ താല്പര്യമില്ല, ഇടദിവസങ്ങളിലെ മീറ്റിങ്ങിന് കയറാൻ താല്പര്യം. കാരണം എന്താ? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇച്ചിരി പിണങ്ങിയിരിക്കുക. എനിക്കിപ്പോൾ അങ്ങനെ താല്പര്യമില്ല. കർത്താവ് ചോദിക്കുന്നു, ഹല്ലേലൂയ, ഐ ഹാവ് ലവ്ഡ് യു. ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ യെരമ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിത്യ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ഐ ഹാവ് ലവ്ഡ് യു. ഹല്ലേലൂയ, വിത്ത് ആൻ ഇറ്റേണൽ ലവ്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നു. വി ഫോർഗെറ്റ് ഓൾ ദാറ്റ്. അതെല്ലാം പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, അതെല്ലാം മറന്നു കളഞ്ഞിട്ട് ദൈവത്തെ വളരെ ടെമ്പറലായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഒതുക്കി, ദൈവം എനിക്ക് ഈ പ്രാർത്ഥന തരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ത്രൂ തരാത്തത് കൊണ്ട് എനിക്ക് ദൈവത്തോട് ഇപ്പോൾ സ്നേഹമില്ല, എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ. വി ബിക്കം സോ അപ്പത്തറ്റിക്. അത് നിസ്സംഗരായി മാറുക. നമുക്ക് ഉത്സാഹമില്ല ഒരു കാര്യത്തിനും കർത്താവിന് വേണ്ടി. കർത്താവ് ആകാശവും ഭൂമിയും ഇളക്കി തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നത് വി ഫൊർഗെറ്റ്. ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിൽ തകർന്നത് വി ഫൊർഗെറ്റ്. നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തത് വി ഫൊർഗെറ്റ്. അതൊന്നുമല്ല നമുക്ക് കാര്യം. നമുക്ക് കിട്ടേണ്ട ടെമ്പറലായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് സ്നേഹമില്ല. ഹല്ലേലൂയ. ആദ്യത്തെ ചോദ്യം ഇതാ, ഐ ഹാവ് ലവ്ഡ് യു. നമ്മൾ ചോദിക്കുന്നു, ഹൗ ഹാവ് യു ലവ്ഡ് അസ്? എങ്ങനെ നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നത്? അത് കർത്താവിനോട് തന്നെ നമുക്ക് ചോദിക്കണം. ഹല്ലേലൂയ. സ്നേഹത്തെ, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം യോഹന്നാൻ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ച് തന്ന ആ സ്നേഹത്തെപ്പറ്റി യോഹന്നാൻ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇൻ ലേയിങ് ഡൗൺ, ഗോഡ് ഡിസ്പ്ലേസ് ഹിസ് ലവ് ഇൻ ലേയിങ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ അസ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഇൻ ദാറ്റ് കർത്താവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നു എന്നുള്ളതാണ്. That is the first question. രണ്ടാമത്തെ ചോദ്യമാണ്, a son honors his father. 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ 1:6 a son honors his father and a slave his master. If I am a father, ദൈവം അവരോടുള്ള കണ്ടൻഷൻസ് പറയുക. എക്സൈൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് 100 വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഇസ്രായേൽ മക്കളോട് പറയുക, മകൻ അപ്പനെ ബഹുമാനിക്കുന്നുണ്ട്, സ്ലേവ് മാസ്റ്ററിനെയും ബഹുമാനിക്കുന്നുണ്ട്, ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എനിക്ക് ഡ്യൂ ആയിട്ടുള്ള ഓണർ എന്ത് ചെയ്യും? മകൻ അപ്പനെ ബഹുമാനിക്കുന്നുണ്ട്, ദാസൻ യജമാനെ ബഹുമാനിക്കുന്നു. കർത്താവ് പറയാ, നിങ്ങളുടെ നിത്യപിതാവായിരിക്കുന്ന ഞാൻ, നിങ്ങളെ വീണ്ടെടുത്ത, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ജീവൻ തന്ന എന്നോടുള്ള നിങ്ങളുടെ ബഹുമാനം എന്ത് ചെയ്യും? Where
is your honor. ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പം നമ്മുടെ ചോദ്യം തിരിച്ചെങ്ങനെയാ? ഞങ്ങളെങ്ങനെയാണ് നിന്നെ ഡിസോണർ ചെയ്യുന്നത്? ഞങ്ങളെപ്പോഴും ഓണറല്ലേ. നമ്മൾ വരുന്നുണ്ട്, കൈ കൊട്ടുന്നുണ്ട്, പാടുന്നുണ്ട്, സ്തോത്രാഴ്ച ഇടുന്നുണ്ട്, നോർത്ത് ഇന്ത്യക്ക് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് കർത്താവ് പറയുന്നത് നിന്നെ ഓണർ ചെയ്യുന്നില്ല എന്ന്? അല്ലേ? വേർ ഇസ് മൈ ഓണർ? കർത്താവ് ചോദിക്കുക. എന്നിട്ട് കർത്താവ് പറയുന്നു, യു ആർ ഓഫറിങ് ഡിഫൈൽഡ് ഫുഡ് ഓൺ മൈ ഓൾട്ടർ. ബട്ട് യു ആസ്ക് ഹൗ ഹാവ് വി ഡിഫൈൽഡ് യു? നിങ്ങളെ കർത്താവെ നിന്നെ ഞങ്ങൾ എങ്ങനെയാ മലിനമാക്കിയത്? കർത്താവ് പറയാ, ബൈ സേയിങ് ദാറ്റ് ദ ലോർഡ്സ് ടേബിൾ ഇസ് കൺടെംപ്റ്റബിൾ. എന്താ? വെൻ യു ഓഫർ ബ്ലൈൻഡ് ആനിമൽസ് ഫോർ സാക്രിഫൈസ്, ഇസ് ദാറ്റ് നോട്ട് റോങ്? When you sacrifice lame or diseased animals, is that not wrong? Try offering them to your governor. Would he be pleased with you? Would he accept you? Says the Lord God Almighty. നമ്മൾ അതിനെപ്പറ്റി കുറച്ച് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് വൈകിട്ട് ബാക്കി ചിന്തിക്കാം. കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, വേർ ഇസ് മൈ ഓണർ? എനിക്ക് നിങ്ങൾ തരേണ്ടിയ ഓണർ എന്തിയെ? ദൈവത്തിന് കൊടുക്കേണ്ട ഓണർ എന്തിയെ? നമ്മളോടുള്ള ചോദ്യം. വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? Revelation chapter 4 verses 10 and 11. മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ എന്ത് ചെയ്തു? സിംഹാസനത്തിന് മുമ്പിൽ ഇടും. 24 മൂപ്പന്മാർ. ദിസ് ഇസ് ഹൗ ദേ ഓണറിങ് ഗോഡ്. അവർക്ക് കിട്ടിയ ബഹുമാനങ്ങൾ, അവർക്ക് കിട്ടിയ കിരീടങ്ങൾ, അവർക്ക് സ്വന്തമായി അല്ല അവരുടെ തലമേൽ ഇരുന്ന കിരീടങ്ങൾ, വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ പുട്ടിങ് ഇറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ആൻഡ് സേയിങ്, ലോർഡ് അങ്ങേക്കാ ബഹുമാനം. കർത്താവ് ചോദിക്കുക, ആ ഓണർ എന്ത് ചെയ്യേ? മൂപ്പന്മാർ അവർക്ക് കിട്ടിയതെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇട്ട് നെടുമ്പാട് വീണ് കർത്താവിനെ ആരാധിക്കുക. കർത്താവ് ചോദിക്കുന്നു, ഇന്ന് ദൈവസഭയോട് ചോദിക്കുക, വേർ ഇസ് മൈ ഓണർ? ഈ സഭയ്ക്കകത്ത്, ഈ കുടുംബത്തിനകത്ത്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേർ ഇസ് മൈ ഓണർ? എന്നോടുള്ള ചോദ്യം. ഗോഡ് ഇസ് ആസ്കിങ് ജിജി, വേർ ഇസ് ദി ഓണർ ഡ്യൂ അൺ ടു മീ? എൻ്റെ ജീവിതത്തിൽ കൂടെ കർത്താവിന് ലഭിക്കേണ്ട മഹത്വം എന്തിയെ എന്ന കർത്താവ് ചോദിക്കുന്നു. വാട്ട് ഈസ് ഓണർ? ഓണർ എന്ന് പറഞ്ഞാൽ എന്താ? ഓണർ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ഇൻ ഹൈ റെസ്പെക്റ്റ്, റെവറൻസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ. ടു ഹോൾഡ് ഇൻ ഹൈ റെസ്പെക്റ്റ്, റെവറൻസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെറിറ്റ് അനുസരിച്ച്, ഇപ്പം ഇവിടെ DGP വന്നെന്നിരിക്കട്ടെ, ദേഴ്സ് എൻ ഓണർ വിച്ച് വി ഗീവ് ദം, അല്ലേ? DGPക്ക് അല്ലെ കളക്ടർ വരുമ്പോൾ ദേഴ്സ് എൻ ഓണർ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ മെറിറ്റ്. ഈ പട്ടണത്തിൻ്റെ DGP അല്ലെങ്കിൽ ഈ പട്ടണത്തിൻ്റെ കളക്ടർ വന്ന് ദേഴ്സ് എൻ ഓണർ ദാറ്റ് വി ഗിവ്. ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ദി ചീഫ് മിനിസ്റ്റർ കംസ്? ആ സെയിം ഓണറാണ് ചീഫ് മിനിസ്റ്ററിന് കൊടുക്കുന്നത്? അല്ല, അല്ലേ? ബിക്കോസ് ഹിസ് മെറിറ്റ് ഇസ് ഹയർ, ഹിസ് അതോറിറ്റി ഇസ് ഹയർ, ഹിസ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി ഇസ് മച്ച് ഹയർ. വാട്ട് ഹാപ്പൻസ് വെൻ നരേന്ദ്രമോദി കംസ്? നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് എങ്ങനെ? അതിലും ഹയറാണ്, അല്ലേ? ഇച്ചിരൂടെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ റെവറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓണറിൻ്റെ അർത്ഥം ഇസ് ടു ഹോൾഡ് ഇൻ ഹൈ റെസ്പെക്റ്റ്. റെസ്പെക്റ്റിനെ പറ്റി ചിന്തിച്ചു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് മെറിറ്റ്. ആൻഡ് റെവറൻസ്, വാട്ട് ഇസ് റെവറൻസ്? റെവറൻസ് ഇച്ചിരൂടെ ഡീപ്പറാണ്. ഇറ്റ്സ് എ പ്രൊഫൗണ്ട് ആൻഡ് ഡീപ്പർ റെസ്പെക്റ്റ് മിങ്കിൾഡ് വിത്ത് ലവ്, ഓ ആൻഡ് സീക്രട്ട്നെസ്. ആ വ്യക്തിയെ പറ്റിയുള്ള ആ ഒരു ഭയങ്കര ഓ ഉണ്ടല്ലോ. ഇതാരാ? ഹു ഈസ് ഹി?
ആ വ്യക്തിയുടെ ഇടയ്ക്ക് ചിലരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന കേട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ ഞങ്ങൾക്കറിയാവുന്നൊരു കൊച്ച് പിന്നെ ബാംഗ്ലൂരിൽ ഞങ്ങളുണ്ടായിരുന്ന അവൾ വിശ്വാസി വന്നിട്ടില്ല, പക്ഷേ നമ്മുടെ മീറ്റിങ്ങിനൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരു കൽക്കട്ടക്കാരത്തി കൊച്ച്. അപ്പോൾ അവളെവിടെ ഒരു ഒരു ഡ്രാമ, എന്നൊരു പ്രത്യേക തരം ഡ്രാമയിൽ പോയി. അപ്പം അതിനകത്ത് മെയിൻ ആക്ടർ, എനിക്ക് ആ പേരുകളൊന്നും അറിയത്തില്ല, ബട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ മെയിൻ ആളുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, ഇതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായപ്പോൾ ദാറ്റ് ഐ വാസ് ഏബിൾ ടു മീറ്റ് ഹിം എന്ന് പറഞ്ഞ് വാട്സാപ്പ് സ്റ്റാറ്റസ് ഞാൻ ഇറ്റ്സ് ഇതാരാ ഈ സംഭവം, ഇത്രയും വലിയ സംഭവത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു. സോ റെഫറൻസ് ഇസ് ട്രീറ്റ് സംബഡി വിത്ത് ഡീപ്പ് ആൻഡ് പ്രൊഫൗണ്ട് റെസ്പെക്റ്റ്. സാധാരണ മെറിറ്റിലുള്ള റെസ്പെക്റ്റ് അല്ല, ഡീപ്പ് ആൻഡ് പ്രൊഫൗണ്ട് റെസ്പെക്ട് ബേസ്ഡ് ഓൺ ആൻഡ് ഫിൽഡ് വിത്ത് ആൻഡ് ലവ്. ആളോടുള്ള സ്നേഹവും ഭയങ്കര എന്തോ വലിയൊരു ആളാണെന്നുള്ള ഒരു ചിന്ത, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു അംഗീകാരം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആളെ കാണുന്നതിനാണ് റെഫറൻസ് എന്ന് പറയുന്നത്. സോ ടു ഓണർ സംബഡി ഇസ് ടു ഹാവ് റെസ്പെക്റ്റ്, റെഫറൻസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ. അതാണ് നമ്മുടെ. അപ്പോൾ കർത്താവിന് ഓണർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണല്ലോ നമ്മൾ ചിന്തിച്ച് വരുന്നത്. സോ ഹൗ കെൻ വി ഓണർ ഹിം? കർത്താവിനോട് ചോദിക്കുന്നത് വേർ ഇസ് മൈ ഓണർ? അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഹൗ ക്യാൻ വി ഓണർ ഗോഡ്? ദൈവത്തെ നമുക്ക് എങ്ങനെ ഓണർ ചെയ്യാൻ പറ്റും? ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കാം. ദൈവവചനത്തിനകത്ത് ഓണർ ചെയ്യുന്ന കാര്യത്തെ പറ്റി പലയിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് അല്ലേ? ഡ്യൂട്രോണമി 5:16. ഓണർ യുവർ, അറിയോ? ഓണർ യുവർ ഫാദർ, പേരൻസ് അല്ലേ? ഫാദർ ആൻഡ് മദർ. നമ്മുടെ പേരൻസിനെ ഓണർ ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത് ലെവിറ്റിക്കസ് 19:32, ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാം വാക്യം. അവിടെ ഓണർ ചെയ്യണം. ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞതായത്. ആരെ ഓണർ ചെയ്യണേ? ഓണർ ദി എൽഡർലി. പ്രായമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കാളും പ്രായമുള്ളവരെ നമ്മൾ ഓണർ ചെയ്യണം. 3, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 1 Peter chapter 2 and verse 13. നമ്മൾ ഓണർ ചെയ്യേണ്ട മൂന്നാമത്തെ ആൾക്കാർ 1 Peter 2:13. സകല മനുഷ്യ നിയമത്തിനും കർത്താവ് നിമിത്തം കീഴടങ്ങുവിന്. അടുത്ത വാക്യം, ഓരണ്ടുക ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡത്തിന് അവരെ അയക്കപ്പെടുന്ന വെച്ച് നാടിവാഴികൾക്ക് കീഴട. ഓണർ ദം, ഓണർ ദോസ് ഹു റൂൾ ഓവർ അസ്. നമ്മുടെ മേൽ അധികാരമുള്ളവരെ എന്ത് ചെയ്യണം? നമ്മൾ ഓണർ ചെയ്യണം. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ 3 വാക്യങ്ങളായിട്ട് നമ്മൾ 3 വാക്യങ്ങൾ കണ്ടു. പക്ഷേ പിന്നെയും പലയിടങ്ങളിൽ മോർ ദാൻ ഡസൻസ് ഓഫ് ടൈംസ് വചനത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓണർ ഗോഡ്. ദൈവത്തെ ബഹുമാനിക്കണം, ദൈവത്തെ റെഫറൻസ് ചെയ്യണം, ദൈവത്തെ ഭയപ്പെടണം എന്ന് ഒത്തിരി വാക്യങ്ങളുണ്ട്. അപ്പം വി ഗോയിങ് ടു ലുക്ക് അറ്റ് സം ഓഫ് ദോസ്. നമ്മൾ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? വേർ ആർ വി മിസ്സിങ്? വേർ ആർ വി ലാക്കിങ്? ഹൗ ക്യാൻ വി ഇംപ്രൂവ്? കാരണം ദൈവം നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, വേർ ഇസ് മൈ ഓണർ? ഹൗ ക്യാൻ വി ഓണർ ഹിം? ഒന്ന്, വി ഹാവ് ടു ഓണർ ഹിം വിത്ത് അവർ ടൈം. നമുക്ക് ദൈവം തന്നിട്ടുള്ള സമയത്തെ നമ്മൾ ഓണർ ചെയ്യണം. 144 സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 104. മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമാണ്. His days are as a shadow that passes away. ഇത്രയേ ഉള്ളൂ നമ്മുടെ സമയം. കർത്താവ് 90-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നമ്മുടെ ആയുസ് 70 വയസ്സ് ഏറെയായാൽ 80, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം there are so many people who are going away much earlier അല്ലേ? മച്ച് യങ്ങറായിട്ട് പോകുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് 3 പേര്, വെഞ്ഞാറമൂട് 2 പേര്, ഇങ്ങനെ റാൻഡമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏജ് ഒന്നും ഒരു ബാറേ ആകുന്നില്ല. ഇപ്പോൾ എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നു the days of our years, 144:4 നമ്മൾ പറയുന്നത് ഒരു ഷാഡോ പോലെ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് വാനിറ്റീസ്. ഡേയ്സ് ആർ ആസ് എ ഷാഡോ. നമുക്ക് ഈ ദൈവം തന്നിരിക്കുന്ന സമയം വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കമായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ 84,600 സെക്കൻഡ്സേ ഉള്ളൂ ഈ ഒരു ദിവസം. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ദൈവം ഡെപ്പോസിറ്റ് ചെയ്യുന്ന 12 മണിയാകുമ്പം 84,600 സെക്കൻഡ്സ് നമ്മുടെ എല്ലാവരുടെയും ടൈമിൻ്റെ അക്കൗണ്ടിനകത്ത് ദൈവം ഇട്ട് തരും. വാട്ട് ആർ വി യൂസിങ് ഇറ്റ് ഫോർ?
നമ്മളൊന്ന് ശോധന ചെയ്തേ. ആർ വി ഓണറിങ് ഗോഡ്? ദൈവത്തെ ഓണർ ചെയ്യാൻ നമ്മൾ ജോലി ചെയ്യുന്നത്, ദൈവം തന്നിരിക്കുന്ന ജോലി നമ്മൾ കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് ചെയ്യുന്നത്, ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ഓണറിങ് ഗോഡ്. പക്ഷേ ഞാൻ ചോദിച്ചത്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എത്രയോ മണിക്കൂറുകൾ നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വെറുതെ മൂവി റീലും ഷോർട്സും യൂട്യൂബ് വീഡിയോസും കണ്ട് നമ്മൾ എത്രയോ മണിക്കൂറുകൾ കളയാറുണ്ട്. കർത്താവ് ചോദിക്കുന്നത്, വേർ ഇസ് മൈ ഓണർ? വേർ ഇസ് മൈ ടൈം? വേർ ഇസ് ദ ടൈം ദാറ്റ് ഐ ഹാവ് ഗിവൺ യു? നിങ്ങൾക്ക് തന്ന സമയം എവിടാ? അതിൻ്റെ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യേ എന്ന് കർത്താവ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ചോദിക്കും, ഡെഫിനറ്റായിട്ട് ചോദിക്കും. നമുക്ക് തന്ന എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഫ്ലീറ്റിംഗ് ഷാഡോ. യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗം ഓണർ ചെയ്യാൻ കർത്താവ് പറയുക. ഓണർ മൈ ഡേ. ഞാൻ എനിക്ക് വേണ്ടി കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ദിവസത്തെ ഓണർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ, വ്യർത്ഥ സംസാരത്തിൽ നിൻ്റെ ദിവസം വേലയ്ക്ക് പോവുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ ചെയ്യാതെ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അടുത്ത വാക്യം കൂടെ 14. കർത്താവ് പറയുന്നത്, ഇഫ് യു ഓണർ മീ, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ എൻ്റെ ദിവസം ഞാൻ വെച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ ദിവസത്തെ നിങ്ങൾ ബഹുമാന യോഗ്യം എന്നെണ്ണുന്നെങ്കിൽ നിങ്ങളെ ഞാൻ പോഷിപ്പിക്കും. ഐ വിൽ നോട്ട് ബി എ ഡെറ്റർ. ഞാൻ നിങ്ങൾക്ക് കടം വെക്കത്തില്ല. സ്തോത്രം. എറിക് ലിഡൽ എന്ന് പറഞ്ഞ സ്കോട്ടിഷ് അത്ലീറ്റ് ഒളിമ്പിക്സിൽ ഓടാൻ പോയി. അദ്ദേഹത്തിൻ്റെ 100 മീറ്ററിൻ്റെ ഫൈനൽസ്. ഹി വാസ് എ ഷ്യൂർ ഷോട്ട് വിന്നർ. ലോകം മുഴുവൻ അറിയാമായിരുന്നു ഹി വിൽ ഗെറ്റ് ദ ഗോൾഡ് മെഡൽ. പക്ഷേ ഹീറ്റ്സിൽ അദ്ദേഹം പാസ് ചെയ്തു. ബട്ട് ഹിസ് ഫൈനൽസ് കെയിം ഓൺ എ സൺഡേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓടത്തില്ല. ഓർത്ത് നോക്കിയ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് പോയിരിക്കുക. അദ്ദേഹം സെഡ്, ഐ വിൽ നോട്ട് റൺ ഓൺ എ സൺഡേ എൻ്റെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. രാജ്യം മുഴുവൻ എനിക്കെതിരായാലും ശരി, ഞാൻ ഓടത്തില്ല. He had to face the wrath of so much of his fellow athletes. ഹെഡ് കോച്ചിൻ്റെ എന്നൊക്കെ ഒത്തിരി വഴക്ക് കേൾക്കേണ്ടി വന്നു. ഞാൻ ഓടത്തില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാനൊക്കെ, അന്ന് കപ്പലിലൊക്കെ ഇവർ യാത്ര ചെയ്യുന്നു. അപ്പോൾ തിരിച്ചു പോകാനൊക്കെ പോയാലെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കോച്ച് പറഞ്ഞു, ഓക്കെ 200 മീറ്റേഴ്സിന് നിനക്ക് ഓടാൻ പറ്റും. പറഞ്ഞു, ഐ ഹാവ് നോട്ട് ട്രെയിൻഡ്. ഞാൻ 200 മീറ്റേഴ്സിന് ഓടിയിട്ടില്ല ഞാൻ ഇതുവരെ. പക്ഷെ നിനക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വൈ ഡോണ്ട് യു ടേക്ക് ഇറ്റ്? സെഡ് ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. ആ 200 മീറ്റർ ഓടാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ ഒരാൾ വന്ന് ഒരു ചെറിയ പേപ്പർ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എൻ്റെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ശമൂവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന വാക്യമാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഒരിക്കലും ഓടിയിട്ടില്ലാത്ത 200 മീറ്റേഴ്സ് അദ്ദേഹം ഓടി. ഗോഡ് ഗേവ് ഹിം ദ ഗോൾഡ് മെഡൽ. സ്തോത്രം. കർത്താവ് പറയുന്നത്, എൻ്റെ ദിവസത്തെ നിങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറായാൽ. ഐ നോ ഓഫ് പീപ്പിൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്ന് പോലും ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച പഠിക്കാതെ ആരാധനയ്ക്കും ദൈവദിനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, മോനെ നാളെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, വൈകിട്ടെങ്കിലും ഇരുന്നു? നോ, ദിസ് ഡേ ഈസ് ഫോർ ദ ലോർഡ്. എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാ. ഞാൻ പഠിക്കുകയില്ല. ഐ വിൽ സ്പെൻഡ് ടൈം ഇൻ റീഡിങ്. ഐ വിൽ റീഡ് ദ വേർഡ്. ഐ വിൽ സ്പെൻഡ് ടൈം ഇൻ വർഷിപ്പിംഗ് ദ ലോർഡ്. ആൻഡ് യു നോ, ഗോഡ് ഓണർഡ്. ആർക്കും കടക്കാരനല്ല കേട്ടോ, ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവ് ചോദിക്കുന്നു, വേർ ഇസ് മൈ ഓണർ? കർത്താവിൻ്റെ ദിവസത്തെ, കർത്താവിൻ്റെ സമയത്തെ നമ്മൾ ഓണർ ചെയ്യാറുണ്ടോ? നമ്മൾ ആരാധനയുടെ സമയത്തൊക്കെ പോകുമ്പോൾ
നമ്മൾ 8 മണി, നമുക്കറിയാം 8 മണിക്കാണ് ഇവിടെ ആരാധന. വെൻ ഡു വി റീച്ച്? ഡു വി ഓണർ ഗോഡ് ബൈ ദാറ്റ്? ഒരു 8:15, 9, 9:30 കയറി വരുന്നവരുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇഫ് ദേ ആർ സിക്ക് ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു കം, എങ്ങനെയൊക്കെ വന്ന്, അതിനെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷേ റെഗുലറായിട്ട് 8:30, 8:45 ആരാധനയൊക്കെ കഴിഞ്ഞ് സങ്കീർത്തനമൊക്കെ തുടങ്ങിക്കഴിയുമ്പം എന്താ അങ്ങനെ വരുന്നത് റെഗുലറായിട്ട്? ഒരിക്കൽ വന്ന് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്നിട്ടല്ലേ? നമുക്കൊരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇവൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനിന് പോകണം, ബസ്സിന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ പോകാറുണ്ടോ? വി ഡോണ്ട് ഡു ദാറ്റ് അല്ലേ? വി ഓണർ ദ ടൈം ദ റെയിൽവേസ് ഹാവ് സെറ്റ്. രാവിലെ 6 മണിക്ക് പോകുന്ന ട്രെയിൻ നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി 5:45 റെയിൽവേ സ്റ്റേഷനിൽ എത്തി കയറാറില്ലേ? വൈ? ബിക്കോസ് വി ഓണർ ദ ടൈം വിച്ച് ദ ഇന്ത്യൻ റെയിൽവേസ് ഹാവ് സെറ്റ്. അതിന് നമ്മൾ കൊടുക്കാറുണ്ട്, ഓണർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻഡിഗോ ഒരു ഫ്ലൈറ്റ് രാവിലെ 5 മണിക്കാണെങ്കിൽ നമ്മൾ 2 മണിക്ക് എഴുന്നേറ്റ് 3 മണിയാകുമ്പോൾ അവിടെ ചെല്ലാറുണ്ട്. വൈ? ബിക്കോസ് വി ഓണർ ദ ടൈം വിച്ച് ദി എയർലൈൻസ് ഹാവ് സെറ്റ്. അതിനുശേഷം ചെന്നാൽ നമ്മളെ കയറ്റത്തില്ല, നമ്മൾ ഫ്ലൈറ്റ് പോവും എന്ന് നമുക്കറിയാം. പക്ഷേ കർത്താവിൻ്റെ കാര്യം വരുമ്പം ഇറ്റ്സ് ഓക്കെ, ചില കയറ് 8:15 ചെന്നാലും അവർ പ്രാർത്ഥിച്ചൊക്കെ ഒന്ന് തുടങ്ങട്ടെ, അപ്പോഴത്തേന് ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെല്ലാം. അല്ലെങ്കിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ എങ്ങനെ പോകുന്നറിയോ? 11:15 മെസ്സേജ് തുടങ്ങുന്നറിയാം. അപ്പം പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിയട്ടെ, അത് കഴിയുമ്പം മെസ്സേജ് അങ്ങോട്ട് തുടങ്ങുന്ന പറഞ്ഞാൽ 11:30 ആകുമ്പോൾ ചെന്നാൽ മെസ്സേജ് മാത്രമേ 1.5 മണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ, വചനവും കിട്ടും, സമയവും നഷ്ടമാകത്തില്ല. അതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയും ചെയ്യാം എന്ന് നമ്മൾ ചെയ്യാം. പക്ഷേ കർത്താവ് ചോദിക്കുന്നത്, വേഴ്സ് മൈ ഓണർ? എൻ്റെ ബഹുമാനം എന്ത്? എനിക്ക് ഇത്രയേ ഉള്ളൂ ബഹുമാനം? എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന റെസ്പെക്റ്റ് ഇത്രയേ ഉള്ളൂ? വേഴ്സ് മൈ ഓണർ? മൈ ടൈം, മൈ ഡേയ്സ്, ദ ഡേയ്സ് വിച്ച് ഐ ഹാവ് സെറ്റ്, വേർ ഇസ് മൈ ഓണർ? Colossians chapter 4 and verse 5. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവർ ജ്ഞാനത്തോട് സമയം ഇംഗ്ലീഷിൽ യു ഹാവ് ടു റെഡീം ദ ടൈം. റെഡീം എന്ന് പറഞ്ഞാൽ പോകാതെ പിടിച്ചോണം. ഇത് സമയം നമുക്കറിയാമല്ലോ, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്ന് നമ്മൾക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സമയവും ഈ തിരമാലകളൊന്നും ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ക്ലോക്ക് നമുക്ക് ചിലപ്പം വിചാരിക്കും ഒന്ന് വെടിവെച്ച് നിർത്തിയിരുന്നെങ്കിൽ, അതങ്ങനെ അങ്ങ് നിന്നിരുന്നെങ്കിൽ യോശുവ നിർത്തിയതുപോലെ ചിലപ്പോൾ നിർത്തണമെന്നൊക്കെ ആഗ്രഹം. പക്ഷെ നിൽക്കത്തില്ല, അങ്ങനെ ഓടും. നമ്മൾ ചെയ്ത് വി ഹാവ് ടു റിഡീം ദ ടൈം. പണ്ട് ഞങ്ങൾ ബെറലിനടക്കുന്ന സമയത്ത് ഒരു ദേവാസനം വന്ന് പ്രസംഗിച്ചപ്പം പറയാൻ്റെ എല്ലാം തീർത്തിട്ട് പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. എന്നാൽ പണിയെല്ലാം തീർത്തിട്ട് അല്പം ഇരിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേന് സന്ധ്യയാവും. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പ്രാർത്ഥിക്കാനും പറ്റും, കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലും തീരാൻ പറ്റും. ഞാൻ ഒരിക്കൽ ബെർണിൽ നിന്ന് അവധിക്ക് വന്നപ്പം വീട്ടിൽ ഒരു മോട്ടർ വെക്കണം എന്ന് ആഗ്രഹിച്ച് തിരുവല്ലയിൽ വന്ന് ചർച്ച 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കും. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജിജി വരണേ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണേ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു മോട്ടർ വെക്കണമായിരുന്നു, എന്നാലും വരണേ. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം നമുക്കെന്തോ മോട്ടർ വെക്കണം, ആരുമില്ല. മമ്മി രാവിലെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും, അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. ഞാൻ പണിക്കാരനെ എങ്ങനെ ഏൽപ്പിച്ച് പോകുന്നതെന്ന് കണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ ദിവസം അവിടെ വീട്ടിൽ ഇരുന്ന് ഇവൻ മോട്ടറൊക്കെ വെച്ചു, താഴെ കൊണ്ട് മോട്ടറൊക്കെ വെച്ച് മേളിൽ പൈപ്പൊക്കെ ഇട്ട് ഒരു തരത്തിൽ വെള്ളം മേളിൽ കയറുകയില്ല. അടിക്കുന്നുണ്ട്, മോട്ടർ അടിക്കുന്നുണ്ട്, ഒരു തരത്തിൽ വെള്ളം മേളിൽ കയറുകയില്ല. ഞാൻ രാത്രി മീറ്റിങ്ങിന് പോയി. ഞാൻ വിചാരിച്ചു, ദൈവമേ, പാസ്റ്റർ ഇങ്ങനെ പറയുകയും ചെയ്തു, ഞാൻ പോയില്ല, നാളെ ഏതായാലും അങ്ങ് പോകാം. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ വെള്ളം കയറാൻ പോകുന്നില്ല, അപ്പച്ചനെ ഏൽപ്പിക്കാൻ എന്തായാലും, അപ്പച്ചന് വരാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരുങ്ങി പണിക്കാരനോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്തു തരാം, ഞാൻ ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ വാൽവിനായിരുന്നു പ്രശ്നം. അവന് ഞാൻ പോയി കഴിഞ്ഞൊരു 10 മിനിറ്റ് കൊണ്ട് വാൽവ് ശരിയാക്കി വെള്ളം മേളിൽ കയറി. ഞാൻ അവിടെ അന്നും ഇരുന്നിരുന്നെങ്കിൽ അന്നും വെള്ളം കയറത്തില്ല, ഞാനും എൻ്റെ സമയം നഷ്ടമാകും. പക്ഷേ അന്ന് ഞാൻ ചെന്നു, ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടു. കുറേ ആഴമായ ദൈവിക ദൂതുകൾ വ്യക്തിപരമായി. അപ്പം ഞാൻ ദൈവമേ, ഇന്നലെ ഞാൻ വെറുതെ അവിടെ ഇരുന്ന് സമയം കളഞ്ഞു, ഒന്നും ഗെയിൻ ചെയ്തില്ല, നഷ്ടമായത് എനിക്കാണല്ലോ എന്നോർത്ത് ഒത്തിരി ദുഃഖിച്ചു. അപ്പം കർത്താവ് പറയുന്നത് റെഡീം ദ ടൈം ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സമയം ഒന്ന് റെഡീം ചെയ്ത് പ്രാർത്ഥനയ്ക്കും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ റെഡീം ചെയ്യണം. ഇനിയും അടുത്തത്, നമുക്ക് എങ്ങനെ കർത്താവിനെ ഓണർ ചെയ്യാൻ പറ്റുന്നത്?
മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഹൗ ക്യാൻ വി ഓണർ ഹിം? ബൈ യൂസിങ് ആർ ടാലൻസ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ വിനിയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ ഓണർ ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്നൊരു കർത്താവ് പറഞ്ഞ ഒരു പാരബിളാണ് അല്ലേ? കർത്താവ് ഒരാളെ വിളിച്ച് 5 ബാഗ് ഗോൾഡ്, NIV-നകത്ത് 5 bags ഓഫ് ഗോൾഡ് കൊടുത്തെന്നാണ് പറഞ്ഞത്. മറ്റേ ആൾക്ക് 2, മറ്റേ ആൾക്ക് 1 കൊടുത്തിട്ട് ദൂരദേശത്തേക്ക് പോയി നിങ്ങളിത് എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്യണം. യു ഷുഡ് ട്രേഡ് ഇറ്റ് ടിൽ ഐ കം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ആദ്യത്തെ ആൾ നല്ലപോലെ ട്രേഡ് ചെയ്തു. ഈ 5 bags ഓഫ് ഗോൾഡ് വെച്ചിട്ട് ഹി ഏൺഡ് 5 more bags ഓഫ് ഗോൾഡ്, ഓർ 5 talents ഹി ഏൺഡ് 5 more talents. മറ്റേ 2 താലന്തുള്ള അയാൾ എന്ത് ചെയ്തു? ആ 2 താലന്ത് വെച്ച് 2 കൂടെ വാങ്ങി. മറ്റേ ആളെന്ത് ചെയ്തു? പോയ പുറകെ, കുറച്ചാൾ കഴിഞ്ഞിട്ടൊന്നുമല്ല അതിൻ്റെ രസം, പോയ പുറകെ ഈ പുള്ളി കൊണ്ട് നല്ലൊരു കുഴി കുഴിച്ചതിനകത്ത് അങ്ങ് വെച്ചു. കാരണം ആരും കാണുകയും ചെയ്തു, ആരും എടുക്കുകയും ചെയ്യരുത്, എനിക്ക് ഉപയോഗം എടുത്ത് വരരുത്, മറ്റുള്ളവർക്കും പ്രയോജനം വരരുത്, കുഴിച്ചു വെച്ചു. കർത്താവ് ഈ യജമാനൻ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവരോട് ഓരോരുത്തരോടും റെക്കൺ ചെയ്യാൻ തുടങ്ങി, കണക്ക് ചോദിക്കാൻ തുടങ്ങി. ഹി ബിഗൻ ടു ആസ്ക്, വേർ ആർ മൈ ടാലൻസ്, വേർ ഇസ് ദ 5 bags ഓഫ് ഗോൾഡ് that I gave you എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, I have earned 5 more bags of gold, 5 more talents ഞാൻ നേടി. ഹി വാസ് ഇൻഡസ്ട്രിയസ്, ചെയ്തു. അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തോട്ടൊന്ന് കൊണ്ടുവന്നേ. നമ്മളെപ്പറ്റി ടാലൻസ്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാണല്ലോ ഇച്ചിരൂടെ വചനം വായിക്കാൻ സമയം എടുത്തോ? കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ചൊക്കെ വായിച്ചു. ഈ വർഷം ഹാവ് വി മെഡിറ്റേറ്റഡ്? ഇച്ചിരൂടെ ഡീപ്പായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഹാവ് വി ടേക്കൺ ആൻ എഫേർട്ട്? പ്രാർത്ഥനയിൽ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, ബട്ട് ഈ വർഷത്തെ ഇപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്താൽ, ആർ വി ബെറ്റർ ഓർ ആർ വി വേഴ്സ്? ഹാവ് വി ഇംപ്രൂവ്ഡ്? അല്ലെങ്കിൽ തടസ്സം വന്നപ്പോൾ ആ ഇസ്രായേൽ ഉണ്ടായിരുന്നത് പോലെ അന്നുണ്ടായിരുന്ന ആൾക്കാരെ പോലെ നമ്മുടെ കാര്യം നോക്കാം, നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാനൊക്കെ നോക്കും, ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മുടെ കാര്യമെങ്കിലും നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ജ്യൂസ് കുടിച്ച്, അല്ലെങ്കിൽ കോവളത്ത് പോയി ശംഖുമുഖത്ത് പോയി കുറച്ച് സമയം കളഞ്ഞ് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് അങ്ങനെയായിരുന്നോ? ഓർ ഹാവ് വി സെഡ് പ്രശ്നമുണ്ട്, അല്ലേ, ഐ ആം ഗോയിങ് ടു പ്രേ, ഞാൻ ഈ പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നിടം വരെ, എനിക്ക് ദൈവവചനം മനസ്സിലാകുന്നിടം വരെ ഐ ആം ഗോയിങ് ടു റീഡ്, ഐ ആം ഗോയിങ് ടു സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്. ആ വ്യക്തി സുവിശേഷം അറിയുന്നിടം വരെ, അല്ലെങ്കിൽ ഞാൻ പറയും എന്നുള്ള ആ ഒരു മെച്യൂരിറ്റിയിലോട്ട് നമ്മൾ വരുന്നുണ്ടോ? ആർ വി ഗ്രോയിങ്? ആർ വി യൂസിങ് ദ ടാലൻസ്? നമുക്ക് ചിലർക്ക് സുവിശേഷം പറയാനുള്ളൊരു ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്, അത് ചെയ്യാറുണ്ടോ? ചിലർക്ക് ടാക്റ്റ് കൊടുക്കാനുള്ളതായിരിക്കും, ചിലരെ എൻകറേജ് ചെയ്യാനായിരിക്കും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ചെയ്യും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നോർത്ത് ഇന്ത്യൻ മിഷനറിക്ക് വേണ്ടി, നമ്മുടെ സഭയുടെ ആത്മീയ ഉണർവിന് വേണ്ടി, നമ്മുടെ യൗവനക്കാരുടെ വിടുതലിന് വേണ്ടി, ഈ സഭയിൽ നടക്കാൻ പോകുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ പറ്റുന്നുണ്ടോ? ഓർ ആ ഒരു താലന്ത് ലഭിച്ചപ്പോൾ പോയി കുഴിച്ചിട്ടതുപോലെ, ഏതായാലും ഒന്നേ ഉള്ളൂ, എന്തോ ചെയ്യാനാ ഇപ്പം, എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഉഴപ്പി ആ കുഴിച്ചിട്ടിട്ടിരിക്കുകയാണോ ഇപ്പം? ദൈവം എന്ന് പറഞ്ഞല്ലേ, ദൈവം അങ്ങ് ചെയ്യട്ടെ, ദൈവം അങ്ങനെ ചെയ്യട്ടെ, ലെറ്റ് ഗോഡ് ഡു ഇറ്റ്, എനിക്കെന്തോ അതിനകത്തുള്ള പാർട്ടെന്ന് വെച്ച് നമ്മൾ മാറി. നോ, God is saying, are you using the talents? Are you honoring me? ബഹുമാന യോഗ്യം എന്ന് നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ ട്രഷർ ബഹുമാന യോഗ്യം എന്ന് നിങ്ങൾ കാണാറുണ്ടോ? മൂന്നാമത്തേത് 1 Corinthians 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 6 and verse 18 to 20. കർത്താവ് ചോദിക്കുക, അടുത്ത വാക്യം. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഓണർ ചെയ്യണം. Therefore glorify God or honor God in your bodies. കാരണം എന്താ? ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. Are we taking care of our bodies? നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാറുണ്ടോ? Are we giving it proper rest? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാറുണ്ടോ? അതോ പോകുന്നിടത്തോളം പോട്ടെ, കൊണ്ടു തീരാം എന്നുള്ളതാണോ? ഹൗ ഇസ് ആർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ്? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ
ഇത് നീതിയുള്ള യാഗങ്ങളായി, നീതിയുള്ള ആയുധങ്ങളായി സമർപ്പിപ്പീൻ. ഇങ്ങനെല്ലാം പറഞ്ഞപ്പം വാട്ട് ആർ വി യൂസിങ് ആ ബോഡി ഫോർ? നമ്മുടെ കണ്ണുകൾ വെച്ച് കർത്താവിനെ ഓണർ ചെയ്യാറുണ്ടോ? നമ്മൾ കാണുന്ന കാര്യങ്ങൾ കർത്താവിന് നമ്മളോട് കൂടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണോ? നമ്മുടെ നാവ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഇസ് സിറ്റിംഗ് ദേർ വിത്ത് us, വുഡ് വി ഹാവ് ടോൾഡ് ദ സെയിം തിങ്? നമ്മൾ പോകുന്ന ഇടങ്ങൾ, വുഡ് ജീസസ് വാക്ക് വിത്ത് us ഇൻ ദോസ് പ്ലേസസ്? നമ്മൾ ഇരിക്കുന്ന ഇടങ്ങൾ, വുഡ് ജീസസ് ഹാവ് കംഫർട്ടബിളി സാറ്റ് വിത്ത് യു ഇൻ ദോസ് പ്ലേസസ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വുഡ് ജീസസ് അപ്രൂവ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ്? നമ്മൾ കർത്താവ് അപ്രൂവ് ചെയ്യുമായിരുന്നോ? ഒരു ഫിക്ടിഷ്യസ് ആയിട്ടുള്ളൊരു നോവലുണ്ട്, വാട്ട് വുഡ് ജീസസ് ഡു എന്ന. ഒരു ദേവദാസൻ സഭയിൽ എഴുന്നേറ്റ് പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് ചെയ്യാവൂ, വാട്ട് വുഡ് ജീസസ് ഡു? ഈ സിറ്റുവേഷനിൽ യേശു എന്ത് ചെയ്യും? ആ ചർച്ചിന് ഭയങ്കര റിവൈവലിലോട്ട് പോയി എന്ന് ആ സ്റ്റോറിക്കകത്തുള്ളൂ. കർത്താവ് പറയുന്നു, ഗ്ലോറിഫൈ ഗോഡ് വിത്ത് യുവർ ബോഡീസ്. നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഓണർ ഹിം വിത്ത് യുവർ ബോഡീസ്. നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ജീവനും വിശുദ്ധിയുള്ള യാഗങ്ങളായി സമർപ്പിക്കുന്നുണ്ടോ? ആർ വി ഡെയിലി സറണ്ടറിങ് ആർ എവറി ഓർഗൻ ഇൻ അവർ ബോഡീസ് സോ ദാറ്റ് ഗോഡ് വിൽ ബി ഗ്ലോറിഫൈഡ് ത്രൂ അവർ ബോഡീസ്? കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ഓണർ എന്തിയേ? എൻ്റെ ബഹുമാനം എന്തിയേ? ഞാൻ നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ശരീരം വെച്ച് വാട്ട് ആർ യു ഡൂയിങ്? ആർ യു ഓണറിങ് മീ? അടുത്തത്, ഓണർ ഗോഡ് വിത്ത് ആർ ട്രഷേഴ്സ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ വെച്ച് നമ്മൾ ദൈവത്തെ ഓണർ ചെയ്യണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം, മാത്യു ചാപ്റ്റർ 6 and verse 21. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇരിക്കുന്നിടത്തായിരിക്കും നിങ്ങളുടെ ഹൃദയം. Proverbs 3 verse 9. Proverbs chapter 3 verse 9. ബഹുമാനിക്കുക. Honor the Lord with your substance and with the first fruits of all your increase. ദൈവം നമുക്ക് തരുന്ന ഓരോ ഇൻക്രീസിൻ്റെയും ആദ്യഫലം വെച്ച് ദൈവത്തെ നമ്മൾ ഓണർ ചെയ്യണം. അത് ഈ ആദ്യഫലം ഒക്കെ കൊണ്ട് നമ്മുടെ പണ്ടത്തെ സഭകളിലൊക്കെ ലേലം വെക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണം സഭയിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. എൻ്റെ മാമിയൊക്കെ അവരുടെ പശു പെറ്റപ്പം അതിൻ്റെ കറവ തീരുന്നതിന് മുമ്പ് തന്നെ ചർച്ചയ്ക്ക് കൊണ്ട് കൊടുത്തു. ആദ്യഫലമാണ്. കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം, ഓണർ യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ സബ്സ്റ്റൻസ് ആൻഡ് വിത്ത് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഓൾ യുവർ ഇൻക്രീസ്. ദൈവം 5000 രൂപ ശമ്പളം അടുത്ത വർഷം 6000 രൂപ തന്നെങ്കിൽ ആ 1000 രൂപ ഇസ് ദ ഇൻക്രീസ്. ഓണർ ഗോഡ് വിത്ത് ദാറ്റ് ഇൻക്രീസ്. ആ 1000 രൂപ കർത്താവിനോട് കൊടുക്കുക. ലോർഡ്, യു ഹാവ് ഇൻക്രീസ് മൈ സാലറി, ദിസ് ഇസ് ഫോർ യു. ഓണർ ഹിം. ടൈത്ത് 600 ആകും, അതല്ല ഞാൻ പറഞ്ഞത്. ആ ഇൻക്രീസ്, ഓണർ ദ ലോർഡ് വിത്ത് യുവർ ഇൻക്രീസ്. കർത്താവേ, എനിക്ക് 5000 രൂപ കഴിഞ്ഞ വർഷം കിട്ടിയുള്ളൂ, ഈ വർഷം എനിക്ക് 6000 രൂപ തന്നു, ഐ എം താങ്കിങ് യു ഫോർ ദ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ എന്ത് ചെയ്യണം? കർത്താവിന് കൊടുക്കണം. ഓണർ ദ ലോർഡ്. അങ്ങനെ ചെയ്താൽ എന്തോ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നത് വേഴ്സ് 10. അങ്ങനെ നമ്മൾ ഓണർ ചെയ്താൽ, ഇഫ് വി ഓണർ ഗോഡ് വിത്ത് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് അവർ ഇൻക്രീസ്, വിത്ത് ദ സബ്സ്റ്റൻസ്, നമുക്ക് തരുന്ന ദൈവം നന്മകൾ, വീട്ടിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ അല്ലെ ചക്ക ഉണ്ടാകുമ്പോൾ, നമ്മുടെ കൃഷികളുടെ ഫലത്ത് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവിനെ ഓണർ ചെയ്യുമ്പം, സോ ഷാൽ യുവർ ബാൺസ് ബി ഫിൽഡ് വിത്ത് പ്ലെന്റി ആൻഡ് യുവർ പ്രസ്സസ് ഷാൽ ബേസ്റ്റ് ഔട്ട് വിത്ത് ന്യൂ വൈൻ. കർത്താവ് പറഞ്ഞ്, നിങ്ങൾ നന്മകൾ കൊണ്ട് നിറഞ്ഞ് കവിയുന്നു. ഓണറും ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഓണറും ഓണറും ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. ഹി വിൽ ഫിൽ യുവർ ബാൺസ് വിത്ത് പ്ലെന്റി ആൻഡ് യുവർ പ്രസ്സസ് ഷാൽ ബേസ്റ്റ് ഔട്ട് വിത്ത് ന്യൂ വൈൻ. സമയം പോകുന്നല്ലോ. മലാക്കായി ചാപ്റ്റർ 3 and verse 10. മലാക്കായി ചാപ്റ്റർ 3 and verse 10. എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. കർത്താവ് നമുക്ക് തരുന്ന പണത്തിൻ്റെ, പുതിയ നിയമത്തിൽ വ്യക്തമായി ദശാംശം കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ
മിനിമം ദശാംശമെങ്കിലും മുഴുവനാണ് കർത്താവ് ചോദിക്കുന്നത്. പക്ഷേ മിനിമം ദശാംശമെങ്കിലും കർത്താവിൻ്റെ സന്നിധി കൊടുത്തിരിക്കണം. ആ ദശാംശം മാറ്റി വെച്ച് കോട്ടേജ് മീറ്റിംഗ് നടത്തരുത്. ദശാംശം വെച്ച് കർത്താവിൻ്റെ വേലയെ സപ്പോർട്ട് ചെയ്യണം. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കൊടുക്കണം. ഓണർ ദ ലോഡ്, ഓണർ ദ ലോഡ് വിത്ത് ദ ടൈത്ത്. അങ്ങനെ ചെയ്താൽ എന്താ പറഞ്ഞേക്കുന്നത്? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം കർത്താവ് ചോദിക്കുന്നത്, വേർ ഇസ് മൈ ഓണർ? എൻ്റെ ബഹുമാനം എന്തിയെ? ടൈത്ത് വെച്ച് നിങ്ങൾ ഓണർ ചെയ്യാറുണ്ടോ? നിങ്ങൾ യങ്സ്റ്റേഴ്സൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങുന്നുടനെ ആദ്യമേ അത് മാറ്റി വെച്ചോണം. എനിക്ക് പലരെ അറിയാം, ദേ ഹാവ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ദി ടൈത്ത്. സാലറി കിട്ടുമ്പോഴേ ആ അക്കൗണ്ടിലോട്ട് അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടച്ച് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ ലോഡ്സ് വർക്ക്. നമുക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഇപ്പം നമുക്ക് 2000 രൂപ ശമ്പളമുണ്ട്, നമ്മൾ 200 രൂപ മാറ്റണം. ഓക്കെ, മാറ്റാം, അടുത്ത ആഴ്ച മാറ്റാം. അത് എന്തെങ്കിലും ഒരു ചിലവ് വന്ന് 200 രൂപ എന്ത് ചെയ്യും? അങ്ങ് പോവും. പിന്നെ നമ്മൾ മറന്നും പോവും, അത് കൊടുത്തില്ലല്ലോ, അയ്യോ. അങ്ങനെ കൊടുക്കാതെ പോയാൽ 1/5 കൂടെ ചേർത്ത് കൊടുക്കണമെന്നാണ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ അങ്ങ് മാറ്റിയേക്കണം. കിട്ടുന്ന ഉടനെ, ദൈവം നന്മ തരുന്ന ഉടനെ ഈ ടൈത്ത് അങ്ങ് മാറ്റി വെച്ചേക്കണം. Honor the Lord with your substance, with your tithes. ഇനി അവസാനമായിട്ട് പറയുന്നൊരു കാര്യം, honor the Lord. I think this is the most important part. ഇത് നമ്മൾ ചെയ്താൽ ബാക്കി എല്ലാം I think it will follow. Honor the Lord with your heart. ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒന്നാമത്തെ പൊസിഷൻ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുമ്പേ പറഞ്ഞ 4 കൂട്ടം കാര്യങ്ങളും വിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യും. പിന്നെ കർത്താവിന് കൊടുക്കുന്നത് ഒരു ഡ്രഡ്ജറി അല്ല. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പിന്നെ പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് 5000 രൂപ ശമ്പളം തുടങ്ങി, പുള്ളിക്ക് 2-3 വർഷം കഴിഞ്ഞപ്പം 10000 രൂപയായി, പിന്നെ അതിന് കഴിഞ്ഞ് 50000 രൂപയായി. അപ്പം പാസ്റ്ററിന് ആദ്യം ഈ 5000 രൂപ ശമ്പളം കിട്ടിയപ്പം അദ്ദേഹം കറക്റ്റായിട്ട് 500 രൂപ കൊണ്ട് ദേവദാസിന് കൊടുത്തു. പാസ്റ്ററെ, എനിക്ക് ദൈവം തന്നു കേട്ടോ, ഭയങ്കര സോ താങ്ക്ഫുൾ, പാസ്റ്ററൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊണ്ട് കൊടുത്തു. ഈ 50000 ആയപ്പോഴത്തേക്കിന് പുള്ളിക്കൊരു ഡൗട്ട്. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇപ്പോൾ 50000 രൂപ ഉണ്ട് കേട്ടോ, ഞാൻ 5000 രൂപ കൊടുക്കണോ അതോ? ഒത്തിരി അങ്ങ് സ്ട്രഗിളായി. 5000 രൂപ മാറ്റുന്ന വലിയൊരു എമൗണ്ട് അല്ലേ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്താൽ ഞാൻ പ്രാർത്ഥിക്കാം നിൻ്റെ ശമ്പളം 5000 രൂപ ആകാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ 5000 രൂപ ആയപ്പോൾ നിനക്കൊരു പ്രശ്നമില്ലായിരുന്നു. ആ 10% മാറ്റാൻ യു നെവർ ഹാഡ് എനി സ്ട്രഗിൾ. ഈ 50000 വന്നപ്പോൾ നിനക്ക് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മേ ബി യു നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദാറ്റ് മണി നോ. ഞാൻ നിന്നെ പ്രാർത്ഥിക്കാം. കഥയായിരിക്കും, ബട്ട് ദേഴ്സ് എ ലെസൺ ദാറ്റ് വി ക്യാൻ ലേൺ. നമുക്ക് എത്ര ദൈവം തന്നാലും മേക്ക് ഷുവർ ദാറ്റ് വാട്ട് ബിലോങ്സ് ടു ദ ലോഡ് ഷുഡ് ഗോ ടു ദ ലോഡ്. കർത്താവിന് മാത്രമേ പോകാവൂ. എത്ര കൂടിയാലും അത് 10 ലക്ഷം ദൈവം തന്നാലും അതിൻ്റെ മിനിമം 1 ലക്ഷം എങ്കിലും കർത്താവിന് കൊടുത്തേ മാറ്റിവെക്കാവും. ഓണർ ദ ലോഡ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു സർക്കംസിഷൻ, ഒരു പരിച്ഛേദന ഉണ്ടായാൽ ഇതിനൊന്നൊരു ക്വസ്റ്റ്യൻ വരത്തില്ല. അപ്പം ഗോഡ് ഷുഡ് ബി നമ്പർ 1 ഇൻ അവർ ഹാർട്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമനായിരിക്കണം. ഞാൻ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഐസയ്യാ ചാപ്റ്റർ 29 and verse 13. കർത്താവ് പറയുക, ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർ അടുത്ത് വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ദേ ഓണറിങ് മീ. ഓ കർത്താവേ, വി വർഷിപ്പ് യു, വി ലവ് യു ലോഡ് എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ വീശി ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദ മൂമെൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ ക്രഞ്ച്, പ്രയോറിറ്റി കർത്താവാണോ പ്രയോറിറ്റി, വേൾഡാണോ പ്രയോറിറ്റി? ആ ഒരു വെൻ ദ പുഷ് കംസ് ടു ദ ഷർവ് നമ്മൾ പുറകോട്ട് മാറാറുണ്ട്. കർത്താവ് പറയാം, ഇവർ അധരം കൊണ്ട് എന്നെ, വായ കൊണ്ടും അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എങ്കിലും ഹൃദയത്തിൽ ആ ബഹുമാനം ഇല്ല. കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഓ ഇതെല്ലാം ഒരു എന്തുവാ, പാട്ടൊക്കെ പാടുന്നുണ്ട് പക്ഷേ ഹൃദയത്തിനകത്തൊന്നും ടച്ച് ചെയ്യുന്നില്ല, വെറുതെ പാടുന്ന പോലെ തോന്നുന്നു. പ്രാർത്ഥിച്ച് എന്തുവാന്നാ ഒന്നും അങ്ങോട്ട് ഹൃദയത്തിനകത്ത് തൊടുന്നില്ല. എന്തോ ഒരു മെക്കാനിക്കലായിട്ട് നമ്മൾ
അങ്ങ് ചെയ്തു പോകുന്നു എന്ന് ആർക്കെങ്കിലും കൈവെക്കണ്ട. ഹൃദയത്തോടെ നമ്മളോട് തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു സീരിയസ്ലി ലുക്ക് ഇൻ ടു അവർ ലൈഫ്സ്. എവിടോ നമ്മൾ ആ ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എഫെസസ് സഭയോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറവ് നിങ്ങളെപ്പറ്റി പറയാനുണ്ട്. നമുക്കിത് പറ്റാം. വി ക്യാൻ ബിക്കം മെക്കനൈസ്ഡ്. ഒരു റോബോട്ട് പോലെ ഇന്ന് 5:30 പ്രാർത്ഥന, ഇന്ന് രാവിലെ 10 മണിക്ക് 10:30 പ്രാർത്ഥന, പോയില്ലെങ്കിൽ പാസ്റ്റർ വിളിക്കും, ഇത് ചെയ്യുക എന്തായാലും പ്രാർത്ഥന, ഇന്ന് വൈകിട്ട് 6:30 എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഓക്കെ എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞൊരു മെക്കനൈസ്ഡ് രീതിയിലോട്ട് നമ്മുടെ ആത്മീയ ജീവിതം പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ്. അതിന് എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. കർത്താവ് അവരെപ്പറ്റി പറയുന്നത് അടുത്ത് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നോക്കിയാൽ റൈറ്റായിട്ടുള്ള കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, വരുന്നുണ്ട്, ടൈത്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ആർ ഹാർട്ട്, ഹൃദയത്തിനകത്ത് നമുക്ക് ശരിക്കും ഈസ് ഗോഡ് നമ്പർ 1. ആ ഒരു ഭയം, ആ റെവറൻസ്. കർത്താവ് ചോദിക്കുന്നത് വേഴ്സ് മൈ ഓണർ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എനിക്ക് ഓണറുണ്ടോ? വേർ ഇസ് മൈ പ്രയോറിറ്റി? വേർ ഇസ് യുവർ പ്രയോറിറ്റി ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ? എന്നെ പറ്റിയുള്ള നിങ്ങളുടെ പ്രയോറിറ്റി ഞാൻ എവിടാ? ഇൻ യുവർ ഹോൾ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസ് വേർ ആം ഐ? കർത്താവ് പറഞ്ഞ് ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐദർ ഹീസ് ലോർഡ് ഓഫ് ഓൾ ഓർ നൺ അറ്റ് ഓൾ. ഒന്നിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കർത്താവ്, അല്ലെങ്കിൽ ഈസ് നൺ അറ്റ് ഓൾ. നമുക്ക് വി ആർ ഹാപ്പി ടു ഹാവ് ഹിം ആസ് എ ലോർഡ് ഓൺ സൺഡേസ് അല്ലേ? നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ വി ആർ ഗ്ലാഡ് ടു ഹാവ് ഹിം ആസ് എ ലോർഡ്. ബട്ട് when there is a challenge, when there is a price to pay, when there is a sacrifice to be made, then we കർത്താവേ ഇപ്പോൾ ഒന്ന് കണ്ണടച്ചേര്, ഞാൻ പിന്നെ ഒന്ന് ക്ഷമ ചോദിച്ചോളാം. ബട്ട് ഇപ്പോൾ can I take this shortcut? Can I make you the second priority of my life? എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അവരെപ്പറ്റി പറയുന്ന ഈ ജനം അടുത്ത് വന്ന് വായു കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ കൽപ്പന അത്രേ. ഈ സാമുദായിക സഭകളിലൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം. അവിടുത്തെ പ്രെയർ ബുക്സ്, ഞാൻ ഈ ആംഗ്ലിക്കൻ സഭയുടെ പ്രെയർ ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ട്. ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ പ്രെയർ ബുക്കും എടുത്ത് വായിച്ചിട്ടുണ്ട്. എന്തോ പ്രാർത്ഥനയാണെന്നറിയോ? സത്യം പറഞ്ഞാൽ കുറേ മനഃപ്പാടമാക്കി നമ്മളത് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, അത്രയ്ക്ക് പവർഫുൾ ഭക്തന്മാർ എഴുതിയ പ്രാർത്ഥനകൾ അതൊക്കെ. പക്ഷേ യു ആസ്ക് എനിവൺ ഹു ഗോ ടു ദോസ് ചേർച്ചസ്, ഇവരെങ്ങനെയോ വായിച്ചു വിടുന്നതല്ലാതെ ദേ ഡോണ്ട് ഹാവ് എനി എസൻസ് ഓഫ് ദോസ് പ്രേയേഴ്സ് ഇൻ ദെയർ ലൈഫ്സ്. ഒരു ബന്ധവും ഇല്ല. അവിടെ കഥ പറയാം, മനഃപ്പാടമാക്കിയ മാനുഷ്യകൽപ്പന ആയി അതെല്ലാം മാറി. ദാറ്റ്സ് വെയർ ആ ചേർച്ചസ് ഒക്കെ ഫെയിൽ ചെയ്ത അവിടെയാണ്. നമ്മൾ അവിടെ ഫെയിൽ ആവരുത് കേട്ടോ. നമ്മൾ പെന്തക്കോസ്തുകാരാന്ന് പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും അഭിഷേകമൊക്കെ പ്രാപിക്കുകയും ചെയ്ത് വലിയ PMG ഒക്കെയാന്ന് പറഞ്ഞേച്ച് അവിടെ ചെന്ന് കർത്താവ് പറയുക, നിങ്ങൾ വെറുതെ ഹൃദയം വേറെ എവിടെയാ എന്ന് കർത്താവ് നമ്മളെപ്പറ്റി പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ വെറും മനഃപ്പാടമാക്കിയ കൽപ്പനയാണെന്ന് കർത്താവ് നമ്മളെപ്പറ്റി പറഞ്ഞാൽ, ഗോഡ് ഈസ് ആസ്കിങ് വേർ ഇസ് മൈ ഓണർ? എൻ്റെ ബഹുമാനം എവിടെ? ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ we are not honoring him. We are not. If Christ is not number 1 in our lives, then we are not honoring him. വെറുതെ ചുമ്മാതാ. പെന്തക്കോസ്തുകാരനാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം ചുമ്മാതാ, ഒരു പ്രയോജനമില്ല. വെളി നിന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അറിഞ്ഞതിൻ്റെ ഒരു അടിയും കൂടെ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അറിഞ്ഞിട്ട് തെറ്റ് ചെയ്ത് എക്സ്ട്രാ അടിയാണ്. രണ്ടാമത് Proverbs chapter 3 verse 5. Trust in the Lord with half of your heart. അല്ലേ? അങ്ങനല്ലേ മോനെ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? Trust in the Lord with half of your heart. അല്ലേ? Share. Really? I thought it was half of your heart. Other half we can trust in our own strength. നമ്മളങ്ങനെയല്ലേ? Many of us are like that. അല്ലേ? നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. പ്ലാൻ ബി നമുക്ക് കുറച്ചുണ്ട്. ഇത് ഫെയിലായാൽ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്.
ഞാൻ ഓർക്കുന്നുണ്ട് ഒരാൾ ഒരു രാജ്യത്ത് പോയി മെഡിസിൻ പഠിക്കണമെന്ന് ആഗ്രഹത്തോടാണ് പോയത്. മെഡിസിൻ പഠിക്കാൻ ആഗ്രഹത്തോട് പോയി അപ്ലൈ ചെയ്തു. 34 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 32 ഇടത്തുനിന്ന് റിജക്ഷൻ വന്നു. 32 അപ്ലൈ ചെയ്തോളൂ, 34 ഉണ്ടെങ്കിലും 32 അപ്ലൈ ചെയ്തു. എല്ലായിടത്തു നിന്നും റിജക്റ്റ് ചെയ്തു, ഒരു ചാൻസും ഇല്ല. സോ ആള് ടെക്നിക്കലി ഹി ഹാസ് ടു കം ബാക്ക്. അപ്പോൾ ഒരു ദേവദാസൻ പൈതലിനോട് ചോദിച്ചു, മോനേടാ വാട്ട് ഈസ് യുവർ പ്ലാൻ ബി? മെഡിസിന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും എല്ലായിടത്തു നിന്നും റിജക്ഷനാണ്, there's no chance that you're going to get it. So what is your plan B? പാവനിങ്ങനെ ആ ദേവദാസൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എ പ്ലാൻ ബി. എനിക്ക് പ്ലാൻ ബി ഇല്ല. ആ ദേവദാസൻ കുനിഞ്ഞ് ഇരുന്ന് കരഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആൻഡ് ഗോഡ് ഓപ്പൺ വേസ് ഫോർ ഹിം. പലപ്പോഴും വി ഹാവ് ലോട്ട് ഓഫ് പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഒക്കെ ഉണ്ട്. God is asking, trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge Him and He will direct your paths. God is asking, where is my honor? എൻ്റെ ബഹുമാനം എവിടെ? പകുതി മാത്രം കർത്താവിനെ നമ്മൾ ആശ്രയിച്ചിട്ട് കർത്താവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ പോകും. കർത്താവിനെ അറിയാം അല്ലേ? കർത്താവിന് അറിയത്തില്ല നമ്മുടെ ഹൃദയത്തെ. ഹൗ മച്ച് വി ആർ ട്രസ്റ്റിങ് ഹിം, ഹൗ മച്ച് വി ആർ ഡിപ്പെൻഡിങ് ഓൺ ഹിം എന്ന് കർത്താവിന് അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് അറിയാം. പിന്നെ പോയി എന്തിനാ ഈ നാടകം കളിക്കുന്നത്? ആരുടെ അടുത്താണ് നമ്മൾ നാടകം കളിക്കുന്നത്? ആരോടെ കളിക്കുന്നത്? കഥ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുന്നെങ്കിൽ വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ ഹാർട്ട്. കർത്താവ് ചോദിക്കുന്നു, വേഴ്സ് മൈ ഓണർ? എൻ്റെ ബഹുമാനം എവിടെ? നിങ്ങൾ എന്നെ കർത്താവും ദൈവവും സർവവും സൃഷ്ടിച്ചവനെന്നൊക്കെ നിങ്ങൾ പാടി, അങ്ങെപ്പോലെ ദൈവമേ ഭൂവിൽ ആരുള്ളൂ, ബഹുമാനിപ്പാൻ വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ എന്നിൽ ആശ്രയിക്കാൻ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താ? വൈ ആർ യു നോട്ട് ട്രസ്റ്റിംഗ് മീ? നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് പറയാം, പപ്പ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ട്രസ്റ്റ് യു ബിക്കോസ് എനിക്ക് നാളത്തെ രാവിലത്തെ ഒരു ബ്രെഡ് തരാൻ പപ്പയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഹൗ വിൽ വി ടേക്ക് ഇറ്റ്? ഐ കാൻ ട്രസ്റ്റ് യു എന്ന് പപ്പ. നമ്മളെ മക്കൾ നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുക്കാനാണ് നമ്മൾ പേരൻസ് നോക്കുന്നത് അല്ലേ? നമ്മൾ കഴിച്ചില്ലെങ്കിലും, ഒരു തരം കഴിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ആ സ്ഥിതി വരരുതെന്ന് വെച്ച് കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു അപ്പനോട് മോൻ വന്ന് പറയാ, എടാ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ട്രസ്റ്റ് യു എന്ന് പറയുമ്പം ആ അപ്പൻ്റെ ഹൃദയത്തിനകത്തെ ഫീലിംഗ് എങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ച് വയ്ക്കും. അമ്മയുടെ നമുക്ക് മാതാപിതാക്കൾ ഇതിനകത്തുണ്ടല്ലോ, ആ വേദനയാണ് കർത്താവിന്. വെൻ വി സേ, കർത്താവ് എനിക്ക് വേണ്ടി ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഡു ദിസ്, അതുകൊണ്ട് ലെറ്റ് മീ ഡു ദിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ച് പ്ലാനും പ്രപ്പോസലും ഒക്കെ അങ്ങോട്ട് വെക്കുമ്പോഴേ കർത്താവ് വയ്ക്കുന്നു, വേഴ്സ് മൈ ഓണർ? നിങ്ങൾ പറയാറുണ്ടല്ലോ, സാരേ സൃഷ്ടിക് കെ മാലിക് തുമീ ഹോ, സാരേ രക്ഷക് തുമീ ഹോ പാടിയിട്ടേ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ, ഒരു പ്രശ്നം വരുമ്പോഴേ, വേർ ഇസ് മൈ ഓണർ? കർത്താവ് ചോദിക്കുക, എൻ്റെ ബഹുമാനം എവിടെ? Proverbs 4:23. Proverbs 4:23. And keep your heart with all diligence. കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ ഓണർ ചെയ്യണമെങ്കിൽ you have to keep your heart with all diligence. ഭയങ്കര ശ്രദ്ധയോടെ നിങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിച്ചോണം. കാരണം ഹൃദയമാ ഔട്ട് ഓഫ് ഇറ്റ് ആർ ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്. ജീവൻ്റെ ഉത്ഭവം, ഉറവിടം, അതിൽ നിന്നല്ലോ ആകുന്നത്. അത് കലങ്ങിപ്പോകരുത്, മടി വാട്ടേഴ്സ് ആകരുത്, മറ്റതുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. ലോകത്തിൻ്റെ കുറേ പ്രിൻസിപ്പിൾസ് അതിനകത്തോട്ട് കയറ്റി വെക്കരുത്. നിങ്ങൾക്ക് ഇഫ് യു നീഡ് ടു ഹാവ് എനിത്തിങ് ഇൻ യുവർ ഹാർട്ട്, ഇറ്റ് ഹാസ് ടു ബി മീ ആൻഡ് മീ ഓൺലി. ഗാർഡ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. എല്ലാ പ്രയത്നവും കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഗാർഡ് യുവർ ഹാർട്ട്. അതുകൊണ്ടല്ലേ 2 Corinthians chapter 10:4 താഴോട്ട് വായിക്കുന്നത്, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നെങ്കിൽ ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ച എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. അതെവിടെ വരും? നമ്മുടെ ഹൃദയത്തിനകത്താ. ഇറ്റ്സ് ഇൻ ആ ഹാർട്ട്. ഈ സ്ട്രോങ് ഹോൾഡ്സ് വരുന്ന എവിടാ? നമ്മുടെ മനസ്സിലാ.
നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ഹോൾഡ് ഒരു ദിവസം കൊണ്ട് വരത്തില്ല കേട്ടോ. ഒരു കോട്ട കെട്ടണമെങ്കിൽ എത്ര വർഷം എടുക്കും അല്ലേ? ഈ ഒരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും? ജസ്റ്റ് ബിൽറ്റ് ബ്രിക്ക് അപ്പോൺ ബ്രിക്ക് അല്ലേ? ഒരു കട്ടയുടെ പുറത്തൊരു കട്ട വെക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ടപ്പെന്ന് ഈ ബിൽഡിംഗ് ഇവിടെ വന്നതല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായുള്ള ഉയർച്ചകൾ വന്ന് വൺ ബ്രിക്ക് അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം വി ഡിസ്ട്രസ്റ്റ് ഗോഡ്, ദൈവമേ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ഒരു കല്ല് അവിടെ വെച്ചു. അടുത്ത പ്രാവശ്യം ഒരു പ്രശ്നം വരുമ്പം, ദൈവമേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ അടുത്തൊരു കട്ടയായി. So every time we are distrusting God, every time we are saying, God, I don't think you are able, അടുത്ത കല്ല് വെക്കുക. അത് കഴിഞ്ഞ് ഈ കല്ല് പല പ്രാവശ്യം, പല നാളുകൾ, പല വർഷം കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നോക്കുന്ന ഇതൊരു സ്ട്രോങ് ഹോൾഡായി മാറി. പൗലോസിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഓരോ കട്ടയും പിശാച് കൊണ്ട് വെക്കുമ്പം ഇടിച്ച് കളഞ്ഞോണം അതിനെ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ആഫ്റ്റർ ഫ്യൂ മന്ത്സ്, ഫ്യൂ ഇയേഴ്സ് നമുക്ക് ഇടിക്കാൻ പറ്റാത്തൊരു സ്ട്രോങ് ഹോൾഡായിട്ട് മാറും. അങ്ങനെ പിന്നെ അതിനെ ഇടിക്കണമെങ്കിൽ ബങ്കർ ബസ്റ്ററൊക്കെ വെക്കേണ്ടി വരും. അതിന് ഒത്തിരി വില കൊടുക്കേണ്ടി വരും. ഓരോ കട്ട ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി. എനിത്തിങ് വിച്ച് റൈസസ് അഗെൻസ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ്, എനിത്തിങ് വിച്ച് റൈസസ് അഗെൻസ്റ്റ് ദ നേച്ചർ ഓഫ് ഗോഡ്, എനിത്തിങ് വിച്ച് റൈസസ് അഗെൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, അന്നേരം ഇടിച്ചോണം, അന്നേരം മുട്ടുമേരുന്നോണം. കർത്താവ് ഇങ്ങനൊരു ചിന്ത വന്ന് എന്നോട് ക്ഷമിക്കണം കർത്താവ്, ഐ വോണ്ട് ടു ട്രസ്റ്റ് യു ലോർഡ്, ഐ ട്രസ്റ്റ് യു, ഐ വോണ്ട് ടു ഓണർ യു. കർത്താവെ എന്നോട് ക്ഷമിക്കണം, ആ കട്ട അവിടെ വെക്കരുത്, അവിടെ ഇരിക്കരുത്, അത് ഇടിക്കണം. ലോർഡ്, ഐ ബ്രിങ് ഇറ്റ് ടു ദ സബ്ജെക്ഷൻ ഓഫ് ദി ഒബീഡിയൻസ് ഓഫ് ജീസസ്. ക്രിസ്തുയേശുവിനോടുള്ള അനുസരണത്തിനായി ഞാനതിനെ പിടിച്ചടക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഇടിച്ചോണം. ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒന്ന് ശോധനയാണ്. കർത്താവ്, എന്തെങ്കിലും ഒരു കട്ട ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയർന്ന എന്തെങ്കിലും ഒരു കട്ട എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടോ? സ്ട്രോങ് ഹോൾഡായി അടുത്ത നാളുകളിൽ മാറാൻ സാധ്യതയുള്ള ഏതെങ്കിലും കട്ടകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? കർത്താവ്, അതിനെ മാറ്റണം, എനിക്കത് വേണ്ട കർത്താവേ. ഐ വോണ്ട് ടു ഓണർ യു. എനിക്ക് കർത്താവിനെ ഓണർ ചെയ്യണം. Proverbs 23:26. മൈ സൺ ഗിവ് മീ യുവർ ഹാർട്ട്. കർത്താവ് പറയാ, ഐ വിൽ ഗൈഡ് ഇറ്റ്, ഞാൻ ഗൈഡ് ചെയ്യാം. ഇന്ന് നമ്മുടെ ഓണർ, കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം ഹൃദയത്തിൽ നടക്കണമെങ്കിൽ വി നീഡ് ടു ഗിവ് അവർ ഹാർട്ട് ടു ദ ലോർഡ്. കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുക്കണം. ഓരോ ദിവസവും സമർപ്പിക്കും. കർത്താവെ, ദിസ് ഹാർട്ട് ഇസ് യോർസ് എ ഗോഡ്. കർത്താവ്, എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു, അങ്ങയുടെ കാര്യങ്ങൾ തരുന്നു. ഐ വോണ്ട് ടു ഓണർ യു വിത്ത് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഐ വോണ്ട് ടു ഓണർ യു ഇൻ എവറിത്തിങ് ദാറ്റ് ഐ ഡു. കർത്താവ് പറയുന്നു, ഗിവ് മീ യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയം എൻ്റെ താ, ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. Psalm 51:10. എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയല്ലേ? നിർമ്മലമായൊരു ഹൃദയം, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, O God, and renew a right spirit within me. Cast me not away from your presence, O God, and renew a right spirit within me. ആ ഒരു പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചോണം കേട്ടോ. നിരന്തരം പ്രാർത്ഥിച്ചു. ലോർഡ്, ഇൻ മൈ ഹാർട്ട് ഐ വോണ്ട് ടു ഓണർ യു. എൻ്റെ ദൈവമേ, കർത്താവ് ചോദിക്കുന്നു, വേർ ഇസ് മൈ ഓണർ? നമ്മളോടാണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളോട്, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട കർത്താവിൻ്റെ മക്കളോടാണ് ചോദിക്കുന്നത്, വേർ ഇസ് മൈ ഓണർ? നിങ്ങളിൽ എൻ്റെ ബഹുമാനം എവിടെ? നിൻ്റെ ഹൃദയത്തിനകത്തുള്ള ബഹുമാനം എവിടെ? കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവിനോട് പറയാമോ, ലോർഡ്, ഐ ഗിവ് യു മൈ ഹാർട്ട്, ഐ ഗിവ് യു മൈ സോൾ. കർത്താവ്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, O God, and renew a right spirit within me. കാരണം Matthew chapter 6:24 പറഞ്ഞേക്കുന്നത്, നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയത്തില്ല. ഗോഡ് ആൻഡ് മാമോൻ, ഗോഡ് ആൻഡ് മണി. ദൈവത്തെയും മാമോനെയും, ദൈവത്തെയും പണത്തെയും നമുക്ക് സേവിക്കാൻ കഴിയത്തില്ല. ഇറ്റ് ഹാസ് ടു ബി either of the two. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, ഐ ക്യാൻ ബി ദ ലോർഡ് ഓഫ് ഓൾ ഓർ നൺ അറ്റ് ഓൾ. രണ്ടും കൂടെ നടക്കത്തില്ല. ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഒന്നീ ദൈവം അല്ലെങ്കിൽ മാമോൻ, ഒന്നീ ദൈവം അല്ലെങ്കിൽ പണം, ഒന്നീ ദൈവം അല്ലെ നമ്മൾ. ഏതെങ്കിലും ഒന്നേ പറ്റൂ. രണ്ടും കൂടി ഇതിനകത്തിരിക്കാൻ സ്ഥലമില്ല. ഒരാൾക്കുള്ള സ്ഥലമേ ഉള്ളൂ. അത് കർത്താവിനോട് പറയാമോ, കർത്താവെ, ഐ വോണ്ട് ടു സെർവ് യു. അങ്ങാണ് എൻ്റെ നാഥൻ, അങ്ങാണ് എൻ്റെ യജമാനൻ, അങ്ങ് മാത്രമേ എൻ്റെ യജമാനായിട്ടുള്ളൂ. കർത്താവ് അതുകൊണ്ടല്ലേ ഈ പുറപ്പാട് 20 യു ഷാൽ ഹാവ് നോ അതർ ഗോഡ് ബിസൈഡ് മീ. എന്നോടൊപ്പം വെക്കാൻ ഒരു ദൈവത്തെ നിൻ്റെ ജീവിതത്തിൽ കാണരുത്. നിൻ്റെ ജീവിതത്തിൽ എന്നോട്
എന്നോട് മത്സരിക്കുന്ന, എൻ്റെ പൊസിഷനെ ത്രട്ടൻ ചെയ്യുന്ന, എൻ്റെ പൊസിഷനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യവും, ഒരു വ്യക്തിയും, ഒരു സാധനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ. Mark 12 verse 30. Mark 12 verse 30. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മൾ വൈകിട്ട് ഇതിൻ്റെ ബാക്കി കർത്താവിൻ്റെ ക്വസ്റ്റ്യൻസിനെ പറ്റി ചിന്തിക്കും. പക്ഷേ ഇന്ന് 2 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്ന്, ഗോഡ് സേസ് ഐ ആം ലവിങ് യു. നമ്മൾ ചോദിക്കുന്നു, ദൈവമേ നീ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത്? നിൻ്റെ സ്നേഹം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഗോഡ് ഇസ് ടേക്കിംഗ് അസ് ബാക്ക് ടു ദ ക്രോസ്. നമ്മളെ വെട്ടിയെടുത്ത കുഴിയിലേക്കും ഖണ്ഡന ഗർഭത്തിലേക്കും മടക്കി കൊണ്ടുവരിക. ഈസ് ടേക്കിംഗ് അസ് ടു ദ ക്രോസ് ആൻഡ് ഷോയിങ് അസ് കാൽവറി ആൻഡ് സെയിങ് യെസ്, ദിസ് ഇസ് ഹൗ മച്ച് ഐ ലവ്ഡ് യു. രണ്ടാമത്തെ ചോദ്യം, ദാസൻ യജമാനനെ ബഹുമാനിക്കുന്നു, മറ്റുള്ള രാജാവിനെ ഗവർണറിനെ ബഹുമാനിക്കുന്നു. ഹൗ വേർ ഇസ് മൈ ഓണർ? ഞാൻ നിങ്ങളുടെ പിതാവെങ്കിൽ, ഞാൻ നിങ്ങളുടെ കർത്താവെങ്കിൽ എൻ്റെ ബഹുമാനം എവിടെ? എൻ്റെ ബഹുമാനം എവിടെ? നമ്മൾ 5-6 കൂട്ടം കാര്യങ്ങൾ, 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഹൗ വി ക്യാൻ ഓണർ ഹിം വിത്ത് അവർ ടൈം, വിത്ത് അവർ ട്രഷേഴ്സ്, വിത്ത് അവർ ഹാർട്ട്, വിത്ത് അവർ റിസോഴ്സസ്. ഇതെല്ലാം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. വിൽ വി ടേക്ക് എ ഡിസിഷൻ ടുഡേ? കർത്താവേ, എനിക്കങ്ങേ ഓണർ ചെയ്യണം, എനിക്കങ്ങേ ബഹുമാനിക്കണം, എനിക്കങ്ങേ പുകഴ്ത്തണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം കൊണ്ട് ഐ വാണ്ട് ടു ഓണർ യു. എത്ര പേര് സമർപ്പിക്കും? എത്ര പേര് ദൈവത്തോട് തീരുമാനമെടുക്കും? കർത്താവേ, അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിപ്പാൻ ഇടയാകാതെ വണ്ണം ദൈവമേ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ.